നമുക്ക് വേണ്ടി വചന ശുശ്രൂഷ നയിക്കുന്ന ബഹുമാനപ്പെട്ട സുശീനച്ഛനെ സ്നേഹത്തോടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അച്ഛൻ കടന്നു വന്ന ധ്യാനകേന്ദ്രത്തെ MCS സഭാംഗങ്ങളെയും മുഴുവൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. താവേ, വായി തുറക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തമായ അഭിഷേകം ചിലേക്ക് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾക്ക് ആവശ്യമായ വചനങ്ങൾ പങ്കുവയ്ക്കുവാൻ പ്രിയപ്പെട്ട അച്ഛനെ എടുത്തുപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളെന്ന യാചനാരൂപത്തിൽ പിടിച്ച് പരിശുദ്ധാത്മാവെ സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ വചനം കേൾക്കുവാൻ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. മക്കബായരുടെ 2-ാം പുസ്തകം 11-ാം അധ്യായം 9-ാം വചനം. അവർ കൃപാലുവായ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചു. മനുഷ്യരെ മാത്രമല്ല, ഘോരമൃഗങ്ങളെയും മുരുക്കുകോട്ടകളെയും ആക്രമിക്കാൻ തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു. കർത്താവിൻ്റെ കൃപാകടാക്ഷമുണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായകനോടൊപ്പം യുദ്ധസജ്ജരായി അവർ മുന്നേറി. കർത്താവായ ഈശോയെ, ഈ നിമിഷം ഞങ്ങൾ അവിടുത്തെ ഏകസ്വരത്തിൽ വിളിച്ചപേക്ഷിക്കുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എതിരെ നിൽക്കുന്ന തിന്മയുടെ ശക്തികൾ ഏതെല്ലാമാണെങ്കിലും അതിനെയെല്ലാം ചെറുക്കാൻ തക്ക മനോധൈര്യം അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു, വിശ്വസിക്കുന്നു, ഞങ്ങളത് സ്വീകരിക്കുന്നു. കർത്താവിൻ്റെ കൃപാകടാക്ഷമുണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായകനോടൊപ്പം യുദ്ധസജ്ജരായി മുന്നേറി. കർത്താവേ, അവിടുത്തെ സ്വർഗീയ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് ഈ നിമിഷം നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, അവിടുത്തെ വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപയുടെ ആത്മാവിനെ, സ്നേഹത്തിൻ്റെ ആത്മാവിനെ, ഈശോയെ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നിറച്ചു തരണമേ. അപ്പോസ്തല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. കർത്താവെ, ഈ വചനത്തിൻ്റെ വലിയ അഭിഷേകം ഞങ്ങളിലേക്ക് ഈ നിമിഷം നിറയട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ചുറ്റുപാടുകളെ എല്ലാം ഈശോയെ ഈ നിമിഷം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ വലിയ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് ചൊരിയണമേ. നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സന്തോഷം. കുഞ്ഞു പിള്ളേർ ഒത്തിരി നല്ലൊരു സ്തുതി തന്നു കേട്ടോ. ഈശോയ്ക്ക് ആ സ്തുതി കൊടുത്തത്. ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും സ്തുതി കിട്ടുന്ന മുഴുവൻ നമ്മുടെ ഈശോയ്ക്കാണ്. എല്ലാവർക്കും സുഖമാണോ? ഞാൻ മലയാറ്റൂരിൽ നിന്നുള്ളൊരു അച്ഛനാണ് കേട്ടോ. അച്ഛൻ്റെ പേര് സുശീൽ എന്നാണ്. കേട്ടിട്ടില്ലാത്ത പേരല്ലേ? സുശീൽ എന്ന പേരുള്ള അച്ഛന്മാരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എനിക്കും ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഈ പേരിട്ടോടുകൂടി. കാരണം ഞാനിങ്ങനെ ഓർക്കും, ചെറുപ്പത്തിൽ തൊട്ട് കാരണന്മാരിട്ട് തന്ന പേരാ. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ ഏരിയയിലൊക്കെ പള്ളി ചെന്നിട്ട് സുശീൽ എന്ന് പേര് പറയുമ്പോൾ അച്ഛന്മാർ ചോദിക്കും, പള്ളി പറയാൻ കൊള്ളാവുന്ന പേരൊന്നും ഇല്ലേന്ന്. അപ്പം ഞാനൊരു 10-12 വർഷമായിട്ട് മഹാരാഷ്ട്രയായിരുന്നു. അപ്പോൾ ഈ മഹാരാഷ്ട്രക്കാരുടെ ഇടയിൽ ഈ സുശീൽ എന്ന് പറയുന്ന പേര് ഭയങ്കര കോമണാണ്.
അപ്പം എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ കൂടെ ഒരു മലയാളികൾ പോലും ഇല്ലായിരുന്നു. എനിക്ക് ഈ പേര് കാരണം തന്നെ അവിടുന്ന് എല്ലാവരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് പേര് ഒത്തിരി സന്തോഷമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ ആഗ്രഹിച്ചാണോ ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത്? അതെയോ? ശരിക്കും നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്? നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്? ഈശോ ആഗ്രഹിച്ചിട്ടാണ്. അത് ശരിക്കും മനസ്സിലായോ? ഞാൻ ഈ മർക്കോസിൻ്റെ സുവിശേഷം 3:13 കാണുന്നുണ്ടല്ലോ, ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. ശരിക്കും ഇതെനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്നറിയോ? ഞാനിതിനു മുമ്പ് നമ്മുടെ കൊറോണയുടെ സമയത്ത് ഞാൻ ബോംബെയിലൊരു ഇടവകയിലായിരുന്നു. അപ്പം ഈ ബോംബെയിലെ ഇടവക അപ്പം നമുക്കറിയാമല്ലോ, കൊറോണ സമയം വന്നു, പള്ളികളെല്ലാം ഇങ്ങനെ അടച്ചു. പള്ളികളൊക്കെ അടച്ച സമയത്ത് ഞാൻ ഇങ്ങനെ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പം ഞാൻ മെയിനായിട്ട് അവിടെ ചെയ്തിരുന്ന കാര്യം എന്നാണെന്നറിയാമോ? ഞാൻ താമസിച്ചിരുന്ന ഫ്ലാറ്റും പള്ളിയും തമ്മിൽ കുറച്ച് അകലമുണ്ട്. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ ചെല്ലും, പള്ളി തുറക്കും, ഞാനിവിടെ അൾത്താരെ ചെല്ലും. അൾത്താരെ ചെന്നിട്ട് ഞാൻ രാവിലെ ഒരു ബലി അർപ്പിക്കും. അപ്പോഴെനിക്ക് തന്നെയാണെന്നുള്ളൊരു വിചാരമില്ല. കാരണം നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ബലി അർപ്പിക്കുന്നത്. അല്ല, സ്വർഗീയ ഗണങ്ങളും മാലാഖമാരും വിശുദ്ധരും എല്ലാം നമ്മുടെ ബലിപീഠത്തിന് ചുറ്റുമുണ്ട്. അപ്പം ഞാനവിടെ ബലി അർപ്പിക്കും. ബലി അർപ്പിച്ച് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ അവിടെ അടുത്ത് 2-3 ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി പേര് ഏറ്റവും ആദ്യം മരിച്ചുകൊണ്ടിരുന്നത് ബോംബെയിലാണ്. അപ്പം ഈ ആൾക്കാർക്ക് രോഗീലേപനം കൊടുക്കാനായിട്ട് അവിടെ നിന്ന് തന്നെ വിളിക്കുമായിരുന്നു. അപ്പം ഞാൻ രാവിലെ കുർബാന അർപ്പിച്ചതിന് ശേഷം ഞാൻ ഈശോയെ എടുത്ത് വാഴ്ത്തി, ഈശോയുടെ തിരുശരീരം എടുത്ത് നമ്മൾ ഇങ്ങനെ രോഗികൾക്ക് വീട്ടിൽ കുസ്തോതി കൊണ്ടുപോയി കൊടുക്കുന്ന, ഈശോയെ കൊണ്ടുപോയി കൊടുക്കുന്ന ചെറിയ കുസ്തോതി കണ്ടിട്ടില്ലേ? ഈ കുസ്തോതിക്കകത്ത് കുറച്ച് ഈശോയെ എടുത്തിട്ട് ഞാൻ എൻ്റെ ഈ അച്ഛന്മാരുടെ ക്ലോഹയുടെ നെഞ്ചോട് ചേർന്ന് അകത്തൊരു പോക്കറ്റുണ്ട്. ഈ പോക്കറ്റിൻ്റെ അകത്ത് ഈശോയെ സൂക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പോക്കറ്റാണ്. അപ്പോൾ ഞാൻ ഈശോയെ എടുത്ത് ഈ പോക്കറ്റിൽ വെക്കും. പോക്കറ്റിൽ വെച്ചിട്ടാണ് ഞാൻ രോഗീലേപനം കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ കിടക്കുക. അപ്പോൾ എല്ലാവരും തന്നെ മരിക്കാറായി കിടക്കുക. അപ്പം പേര് നോക്കും. പേര് നോക്കിയിട്ട് ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും രോഗീലേപനം കൊടുത്തു പോവുക. അപ്പം പോകുന്ന വഴിക്ക് ആരെങ്കിലും ഈ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് ഈശോയെ ചോദിക്കുവാണെങ്കിൽ ഞാനതിൽ നിന്ന് ഈശോയെ എടുത്ത് അവർക്ക് കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഈ പേടി എപ്പോഴാണ് മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ആരെയും കൊണ്ടാണ് പോകുന്നത്? ഈശോയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ചില സമയത്ത് ഞാനിങ്ങനെ വന്നപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കോറിഡോർ മുഴുവൻ ഇങ്ങനെ ശവശരീരങ്ങൾ അടുക്കി വെച്ചേക്കുക. എനിക്കിതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ, ഈ ശവശരീരങ്ങളിങ്ങനെ കവച്ച് വെച്ച് പോകാൻ പേടിയായിട്ട് ഞാൻ ഇവിടുന്ന് ആ ഭാഗത്തോട്ട് പോകാതെ പോയി. കാരണം ഈ നമ്മൾ ആദ്യം കൊറോണ തുടങ്ങിയ സമയത്ത് നമ്മളിങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് ഇങ്ങനെ വരിഞ്ഞ് മുറുക്കി ഇങ്ങനെ ശവശരീരങ്ങൾ ഇങ്ങനെ സൈഡ് മുഴുവൻ ഇങ്ങനെ നിരത്തിയിട്ടേക്കുക. അപ്പം ഞാനെപ്പോഴും ചിന്തിക്കും. അപ്പോൾ എനിക്ക് പേടി തോന്നുമ്പം ഞാൻ പതിയെ കൈ നെഞ്ചത്തോട്ട് വെക്കും. അപ്പോൾ ഈ ലോഹയുടെ പുറത്ത് PPE കിറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആരെയാണ് കൈവെക്കുന്നത്? ഞാൻ ഈശോയെ കൈവെക്കുന്നത്. അപ്പം ഞാൻ ഈശോയെ കണ്ടാ പോകുന്നതെന്നുള്ള ഭയങ്കര ധൈര്യം എനിക്കുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഇടവകയിലുണ്ടായിരുന്ന ഒരു ചേട്ടൻ, തങ്കച്ചൻ ചേട്ടൻ എന്നാ പേര്, ചേട്ടൻ്റെ പേര്, ഞങ്ങളുടെ കരിസ്മാറ്റിക് ഗ്രൂപ്പിൻ്റെ ലീഡറൊക്കെ ആയിരിക്കുന്ന ആളാണ്. ഈ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛനെ ഈശോ കൊണ്ട് നടക്കുകയാണെന്ന് കേട്ടല്ലോ. ഞാൻ അത്രയും നാളും വിചാരിച്ചിരുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈശോയെ കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഈ ചേട്ടൻ ചോദിച്ച ചോദ്യം എന്താ? അച്ഛനെ ഈശോ കൊണ്ട് നടക്കുകയാണല്ലോ. ശരിക്കും നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുകയല്ല, നമ്മളെ ഈശോ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നിരിക്കുക. കാരണം മലയാറ്റൂർ കിടക്കുന്ന ഞാൻ ഇന്നിവിടെ ആയിരിക്കണമെന്ന് തമ്പുരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ നമ്മുടെ വീടുകളിലാകാതെ ഈശോയുടെ സ്വരം ശ്രവിക്കാനായിട്ട്, ഈശോയുടെ സ്നേഹം അനുഭവിക്കാനായിട്ട് നമ്മളിവിടെ വരണമെന്ന് തമ്പുരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ മാസം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുന്നത് ആരെയാ? ഒക്ടോബർ മാസം മാതാവിനെ. പരിശുദ്ധ അമ്മ ഈശോയുടെ ദൈവമാതാവാകണമെന്ന് ആഗ്രഹിച്ച ആരാ? ദൈവം തിരഞ്ഞെടുത്ത് ഈശോയ്ക്കായിട്ട്, ദൈവപുത്രനായിട്ട് ജന്മം നൽകാനായിട്ട്, ദൈവമാതാവായിട്ട് തിരഞ്ഞെടുത്ത പരിശുദ്ധ മറിയമാ. ഈ മറിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? നിങ്ങൾ കേട്ടിട്ടുള്ളൂ, പഴയൊരു പാട്ടാണ്. നിങ്ങൾ മാതാവിനെ പറ്റിയുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ആവശ്യം കാണുന്ന കണ്ണുണ്ട് എൻ്റെ അമ്മയ്ക്ക്, അതറിയാവോ? ആവശ്യം കാണുന്ന കണ്ണുണ്ട് എൻ്റെ അമ്മയ്ക്ക്, പ്രാർത്ഥന കേൾക്കുന്ന കാതുണ്ട് എൻ്റെ അമ്മയ്ക്ക്, കണ്ണീർ തുടയ്ക്കുന്ന കരമുണ്ട്. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് കേട്ടിട്ടുള്ളൊരു പാട്ടാണ് അത്. ഈ പാട്ടിൻ്റെ വരികൾ എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് ആവശ്യം കാണുന്ന കണ്ണുണ്ട് എൻ്റെ അമ്മയ്ക്ക്, പ്രാർത്ഥന കേൾക്കുന്ന കാതുണ്ട് എൻ്റെ അമ്മയ്ക്ക്, കണ്ണീർ തുടയ്ക്കുന്ന കരമുണ്ട് എൻ്റെ അമ്മയ്ക്ക്.
കാരണം ഈ പാട്ട് ഇങ്ങനെയാണ് പോകുന്നത്. കാരണം നമ്മുടെ അമ്മയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതാ, ദൈവം തിരഞ്ഞെടുത്ത് ദൈവമാതാവാക്കിയ നമ്മുടെ അമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആവശ്യം കാണാനുള്ള കണ്ണുണ്ട്, പ്രാർത്ഥന കേൾക്കാനുള്ള കാതുണ്ട്, കണ്ണീർ തുടയ്ക്കാനുള്ള കരമുണ്ട്. ഈ അമ്മയോട് ചേർന്ന് നിന്ന് നമ്മൾ ഈ ഒക്ടോബർ മാസം മുഴുവൻ ഈശോയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ഈശോയുടെ സ്നേഹം അനുഭവിക്കുകയും ചെയ്യുന്നത്. ഈ പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്ന ഏറ്റവും വലിയ പുണ്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ എല്ലാ ദിവസവും കൊന്ത ചെല്ലുന്നതിന് മുമ്പ് ചെല്ലാറുള്ള, ഞാൻ ക്ലൂ തരാവേ. പിതാവായ ദൈവത്തിൻ്റെ മകളും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പ്രിയ മണവാട്ടിയുമായ കന്യാമറിയമേ. 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഏതൊക്കെയാ? വിശ്വാസം, ശരണം, സ്നേഹം. ഇത് 3 നമ്മളിലുണ്ടോ? വിശ്വാസവും ശരണവും സ്നേഹവും നമ്മളിലുണ്ടോ? ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. ശരിക്കും വിശ്വാസമുള്ളവരെന്ന് കൈവെക്കാവോ? എൻ്റെ ദൈവമേ, സന്തോഷം. നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്. ശരിക്കും സങ്കീർത്തനം 37:5 നമ്മൾ കാണുന്നുണ്ട്, നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വസിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. നമ്മൾ തമ്പുരാനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നതാണ്. കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിന് ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. നമ്മളൊക്കെ തമ്പുരാനിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിന് ഇന്ന് ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പം ഇതിൻ്റെ സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ഒരിക്കൽ ഭൂമികുലുക്കം ഉണ്ടായില്ലേ, അന്ന് പള്ളിയിൽ നിന്നിരുന്നവർ ഇറങ്ങി ഓടാത്ത എത്ര പേരുണ്ട് ഇതിൻ്റെ അകത്ത്? രാവിലെ കുർബാന കണ്ടിരുന്നവർ. ശരിക്കും നമ്മൾ പലരും അന്ന് രാവിലെയാണ് ഭൂമികുലുക്കം ഉണ്ടായ സമയത്ത് നമ്മളെല്ലാവരും കുറേ ആൾക്കാർ പള്ളിയിലായിരുന്നു, പക്ഷേ ഞങ്ങളൊക്കെ സെമിനാരിയിലായിരുന്നു. അന്ന് ഞങ്ങൾ ഓർക്കുന്നുണ്ട്, അച്ഛൻ മാത്രം ആൾത്താരയുടെ അവിടെ ഉണ്ട്, ബാക്കിയുള്ള എല്ലാവരും ഓരോ വഴി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ചാടി. ശരിക്കും നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നതാണ്. അവിടുന്ന് നമ്മിൽ വിശ്വസിക്കുമെന്ന് നമ്മൾ ഉറച്ച് ബോധ്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ്. ഞാൻ ഈ കൊറോണ കാലത്ത് ഞാൻ ബോംബെയിലായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് മുമ്പുണ്ടായിരുന്നത് ഈ കുഞ്ഞിപ്പിള്ളാരെയൊക്കെ വഴിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി നോക്കുന്നൊരു സ്ഥലമാണ്. അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പിള്ളാർ, നമ്മൾ വഴിയിൽ ആൾക്കാർ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആൾക്കാരെല്ലാം 250 പിള്ളേരുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെവി കേൾക്കില്ലാത്തവരുണ്ട്, കണ്ണ് കാണിയില്ലാത്തവരുണ്ട്, മന്ദബുദ്ധികളായിട്ടുള്ളവരുണ്ട്. ഇങ്ങനെ കുഞ്ഞുങ്ങളെല്ലാവരെയും നോക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഒരിക്കൽ കൊറോണ പിടിച്ച സമയത്ത് പെട്ടെന്ന് ഈ സെൻട്രലിൽ കൊറോണ പിടിച്ചു. അപ്പം ഞാനവിടെ ബോംബെയിൽ അവിടെ ഇടവകയിലാണ്. അപ്പം ഇടവകയിൽ കുർബാനയൊന്നുമില്ല, പള്ളികളൊക്കെ അടച്ചിരിക്കുന്ന സമയം. ഇവിടെ ഈ സെൻറ്ററിലുണ്ടായിരുന്ന അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും എല്ലാം കൊറോണ പിടിച്ചു. കൊറോണ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് ചോദിച്ചു പിതാവ്, അച്ഛൻ അങ്ങോട്ട് ചെല്ലാവോ? അപ്പോൾ അച്ഛൻ അവരെ അറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെല്ലാം. അപ്പോൾ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു 10-30 പിള്ളേർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവരുണ്ട്, ബാക്കിയുള്ളവർ 10-90 പിള്ളേർ അവിടെ കൊറോണ പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുക. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സ് എല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പക്ഷേ അവിടെ ഒരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ മെർലിൻ എന്ന് പറയുന്ന ഒരു SD-കാരി സിസ്റ്ററാണ്. അപ്പോൾ ഈ സിസ്റ്ററിന് മാത്രമാണ് ആ കമ്മ്യൂണിറ്റിയിൽ കൊറോണ പിടിക്കാത്തുള്ളേ. അപ്പം ഈ സിസ്റ്റർ അവിടെയുണ്ട്. അപ്പോൾ ഞാനും സിസ്റ്റർ ഇവിടെ രാവിലെ എല്ലാ ദിവസവും ഒരുമിച്ച് ചെയ്യുന്നൊരു കാര്യമെന്ന് ചോദിച്ചാൽ, അപ്പോൾ ആ സിസ്റ്റർ തൊട്ടപ്പുറം തൊട്ട് അടുത്ത ബിൽഡിങ്ങിലാണ് കോൺവെൻറ്റ്. രാവിലെ ഇവിടുത്തെ ചാപ്പലിൽ വരും. ഞാനും സിസ്റ്ററോട് രാവിലെ ഏറ്റിട്ട് ഒരുമിച്ച് ഒരു കുർബാന അർപ്പിച്ച് കഴിഞ്ഞ് സിസ്റ്റർ തിരിച്ച് അങ്ങോട്ട് പോകും. ഞാൻ പിന്നെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കും. ഞങ്ങളെല്ലാ ദിവസവും രാവിലെ കുർബാന അർപ്പിക്കുമായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം എനിക്കൊന്നിൻ്റെ സ്മെല്ല് കിട്ടുന്നില്ല, എനിക്ക് ടേസ്റ്റ് ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എനിക്കും കൊറോണ പിടിച്ചു. പിന്നെ ഞാൻ കൊറോണ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പിള്ളേരെ നോക്കാനായിട്ട് ആരും ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കൈ കിട്ടുന്ന ഗുളികയൊക്കെ കഴിച്ചേക്കാവല്ലോ എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ടെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഞാനിന്ന് സിസ്റ്ററിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ എനിക്കും കൊറോണ പിടിച്ചു, അത് കാരണം സിസ്റ്റർ ഒരു കാര്യം ചെയ്യണം, നാളെ തൊട്ട് സിസ്റ്റർ കുർബാനയ്ക്ക് വരണ്ട. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കുഴപ്പമില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റർ പോയി. വൈകിട്ടായപ്പോൾ സിസ്റ്റർ എന്നെ തിരിച്ച് ഫോൺ വിളിച്ചിട്ട് സിസ്റ്റർ എന്നോട് ചോദിച്ചു, അച്ഛാ അച്ഛൻ എൻ്റെ ജീവനെ ഓർത്ത് പേടിച്ചിട്ടാണോ കുർബാന അർപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ സിസ്റ്ററെ, സിസ്റ്ററിന് ഇത്രയും പ്രായമായി. അന്നത്തെ കാലത്ത് ഒരു 60 വയസ്സുള്ളവർക്ക് കൊറോണ പിടിച്ചു കഴിഞ്ഞാൽ അവർ ഹോസ്പിറ്റലിൽ പോലും ഇടിക്കുകയില്ല. അപ്പം ആ കാലത്ത് അന്ന് എല്ലാവരും മരിക്കണം എന്ന് വിചാരിച്ചിരുന്നൊരു കാലമാണ്. അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്ററെ കൊറോണ പിടിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സഭയിലെ അധികാരികളെല്ലാം നമ്മളെ വഴക്ക് പറയും, അത് കാരണം അതോർത്തിട്ടാണ് സിസ്റ്റർ വരണ്ടെന്ന് പറഞ്ഞ് സിസ്റ്റർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ അച്ഛൻ അവിടെ അർപ്പിക്കുന്നത് അച്ഛൻ്റെ വിലയല്ല അച്ഛാ,
അത് ഈശോയുടെ ബലിയാണ്. അച്ഛൻ അനുസരണത്തിന് കീഴ്പ്പെട്ടാണ് നാളെ തൊട്ട് എന്നോട് കുർബാനയ്ക്ക് വരേണ്ടതെന്ന് പറയുന്നതെങ്കിൽ ഞാൻ വരാതിരിക്കാം. പക്ഷേ അച്ഛൻ എൻ്റെ ജീവനെ ഓർത്ത് പേടിച്ചിട്ടാണ് കുർബാനയ്ക്ക് വരണ്ടെന്ന് പറയുന്നതെങ്കിൽ അച്ഛൻ എൻ്റെ ജീവനെ ഓർത്ത് പേടിക്കേണ്ട. കാരണം അച്ഛൻ അർപ്പിക്കുന്നത് അച്ഛൻ്റെ ബലിയല്ല, ഈശോയുടെ ബലിയാണ്. പിറ്റേ ദിവസവും സിസ്റ്റർ കുർബാന അർപ്പിക്കാനായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഈ കൊറോണ പിടിച്ചിരിക്കുന്ന സമയമായത് കാരണം ഞാൻ N95 മാസ്കൊക്കെ വെച്ചാണ് കുർബാന അർപ്പിക്കുന്നത്. കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് കയ്യിൽ നന്നായിട്ട് സാനിറ്റൈസൊക്കെ ചെയ്യും, എന്നിട്ട് വന്ന് കുർബാന അർപ്പിക്കും. നമുക്ക് സാധാരണ അറിയാവില്ല, ആദ്യം ഈശോയുടെ തിരുശരീരം ഉൾക്കൊള്ളുന്നത് കുർബാന അർപ്പിക്കുന്ന പുരോഹിതനാണ്. ഞാൻ ഈ കുർബാന ഉൾക്കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാ ദിവസവും ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം എന്ന് പറഞ്ഞ് ആ സിസ്റ്ററിന് കൊണ്ടുപോയി കൊടുക്കും. ഞങ്ങൾ അന്ന് എല്ലാ ദിവസങ്ങളിലും അവിടെ ഞങ്ങൾ ഒരുമിച്ച് കുർബാന അർപ്പിച്ചു. സിസ്റ്റർ ഈശോയെ സ്വീകരിച്ചു, പോയി കോൺവെൻറ്റിലേക്ക് തിരിച്ചു പോയി. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാമോ? ഈ 250 പേരുള്ളതിൻ്റെ അകത്ത് ഒരു 5-8 പേർക്ക് മാത്രമേ അവിടെ കൊറോണ പിടിക്കാത്തുള്ളായിരുന്നു. ആ 5-8 പേരിൽ ഒരു വ്യക്തി ഈ സിസ്റ്ററായിരുന്നു. നമ്മളൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ പൂർണ്ണമായിട്ട് ശരണപ്പെട്ട് കഴിഞ്ഞാൽ, ഇതാ സങ്കീർത്തനം 37:5 കാണുന്നത്, നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. നമ്മൾ പല കാര്യങ്ങളും തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരാ. പക്ഷേ നമ്മുടെ ഉള്ളിലെ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ ശരിക്കും തമ്പുരാൻ്റെ മുമ്പിൽ അവകാശത്തോടു കൂടി പ്രാർത്ഥിക്കണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41:10 നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പം നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ അവകാശത്തോടു കൂടി നിന്ന് പ്രാർത്ഥിക്കുന്ന ശരിക്കും നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ പ്രതിസന്ധികളെ നോക്കി പറയണം, എനിക്ക് ശക്തനായൊരു കർത്താവുണ്ട്. ഈ കർത്താവിൻ്റെ അടുത്ത് വന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആവലാദികളും വേവലാദികളും എല്ലാം നമ്മൾ ചൊരിയുന്നുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ കൂടെയുള്ള തമ്പുരാനിൽ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്? ഞാൻ സെമിനാരിൽ ചേർന്ന് കഴിഞ്ഞപ്പം എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പട്ടത്തിൻ്റെ ശുശ്രൂഷ കണ്ടിട്ടുണ്ടോ? പട്ടത്തിൻ്റെ ശുശ്രൂഷയിൽ ആരാ ഈ ഡീക്കൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ആദ്യം? മെത്രാനാണോ പ്രാർത്ഥിക്കുന്നത്? ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കുന്ന ആരാ? അപ്പനും അമ്മയും. എൻ്റെ പാപ്പൻ്റെ അമ്മയുടെയും എൻ്റെ പപ്പായുടെയും അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ പട്ടത്തിൻ്റെ ദിനം ഓർത്തിട്ടാണ്. കാരണം എൻ്റെ പട്ടത്തിൻ്റെ ദിനത്തിൽ അവർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട്, ഇപ്പം ഞാൻ നമ്മുടെ രാമൂരം എന്ന് പറയുന്ന ഇടവകയാണ്, കേട്ടിട്ടുണ്ടോ? ഒരു കുഞ്ഞച്ചനൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ 12,000 പേരുള്ള വലിയൊരു പള്ളിയാണ്. അപ്പോൾ ഈ പള്ളിയിൽ ഇങ്ങനെ കസേരയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നിലത്തിരിക്കണം. എന്നിട്ട് ആകപ്പാടെ ചേറിട്ട് പള്ളിയിൽ ഇരിക്കാനായിട്ട് കൊടുക്കുന്നത് ഒരു ഡീക്കൻ്റെ ഒരച്ഛനാകുമ്പോൾ അപ്പനും അമ്മയ്ക്കും ചേറിട്ട് പള്ളിയിലിരിക്കുക, അല്ലെങ്കിൽ കല്യാണം വരുന്ന അവസരങ്ങളിൽ ദമ്പതികൾക്കിരിക്കുക. അങ്ങനെ 2 അവസരങ്ങളിൽ മാത്രമേ പള്ളിക്കകത്ത് ചേറിട്ട് അവരെ ഇരുത്തുള്ളൂ. അപ്പം ഇവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ പട്ടം കിട്ടുന്ന ദിവസമാണ് അന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ആൾത്താരയിലേക്ക് കയറ്റി വിടണം. അപ്പോൾ ഞാൻ ആദ്യത്തെ വർഷം സെമിനാരിൽ ചേർന്നു. തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇനിയും പട്ടത്തിന് 11 വർഷവും കൂടെ ഉള്ളൂ. 2ാമത്തെ വർഷം വെക്കേഷന് ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇനിയും പട്ടത്തിന് 10 വർഷമേ ഉള്ളൂ. ഇങ്ങനെ ഓരോ വർഷവും ഇവരിങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ എൻ്റെ പട്ടത്തിന് ഏകദേശം 5 വർഷവും കൂടെ ബാക്കിയുണ്ട്. ആ സമയത്ത് ഞാൻ മഹാരാഷ്ട്രയിലെ സോളാപൂർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു സെമിനാരി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് അവിടെ ഈ തലേദിവസം ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും വിളിക്കും. അപ്പം ഞാൻ വിളിച്ചു. അപ്പോൾ ഞാനിങ്ങനെ സുഖമായിട്ടിരിക്കുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം എനിക്കൊരു ഫോൺ വന്നു, നീ പപ്പായെ വിളിക്കുന്നു. എന്നോട് പറഞ്ഞു, നീ പെട്ടെന്ന് വീട് വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇന്ന് പിള്ളേരുടെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുക, സ്പോർട്സ് ഡേ നടക്കുക, എനിക്ക് പെട്ടെന്ന് വരാനായിട്ട് പറ്റിയില്ല, ബുദ്ധിമുട്ടുണ്ട്, നാളെ സ്കൂളിൻ്റെ ആനുവൽ ഡേ ഉണ്ട്. അല്ല, നീ പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, കൂടുതലുള്ള അച്ഛന്മാരുടെ നമ്പർ തരാമോ എന്ന് ചോദിച്ചു. ഞാൻ കൂടുതലുള്ള അച്ഛന്മാരുടെ നമ്പർ കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും തിരുതരാന്ന് എൻ്റെ ഫോണിലോട്ട് ഫോൺ വിളികൾ വന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, ഞാൻ അവിടുന്ന് പോകുന്നോ, എപ്പം പോരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പം കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാർ ഈ പിള്ളേരുടെ കളികൾ, സ്പോർട്സ് ഡേ എല്ലാം നിർത്തിവെച്ചിട്ട് ഈ പിള്ളേരോട് പറഞ്ഞു, പെട്ടെന്ന് ചാപ്പലിൽ പോയിട്ട് ശമാശൻ്റെ അമ്മയ്ക്ക് വേണ്ടി പോയിരുന്നെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവരെല്ലാവരും കൂടെ പോയിട്ട് പള്ളിയിൽ പോയിരുന്നു, ശമാശൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ 2 പെങ്ങന്മാരിന്ന് ഹൈദരാബാദിൽ പഠിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു, അവിടുന്ന് 400 കിലോമീറ്റർ ദൂരമുണ്ട് ഹൈദരാബാദിന്. ഇന്ന് രാത്രിക്ക് ഹൈദരാബാദിൽ നിന്ന് നാട്ടിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ശമാശനും പെങ്ങന്മാർക്കൂടെ അവിടെ ഞങ്ങൾ കൊണ്ടുപോയി വിടും. അവിടെ പെങ്ങന്മാരെ കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. എനിക്ക് ആകപ്പാടെ ഭയങ്കര പേടിയായി.
അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേനും എൻ്റെ ഫോണിലോട്ട് വരുന്ന കോളുകളൊന്നും ഞാൻ പിന്നെ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പോകാറായി കഴിഞ്ഞ് ഞാൻ ഈ ചാപ്പലിലേക്ക് കയറി പ്രാർത്ഥിച്ചിട്ട് പോകാമല്ലോ എന്നോർത്ത് ഞാൻ ഈ ചാപ്പലിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പം ആ പിള്ളേരവിടെ ആരാധന എഴുന്നള്ളി ചോദിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അന്ന് പാടിയ പാട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട്. അതിങ്ങനെയാണ്, മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. ആ പാട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ പാട്ടാണ് പാടുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് എനിക്ക് ആകെപ്പാടെ ടെൻഷനാണ്. അപ്പോൾ ഞാനിങ്ങനെ മുട്ടുകുത്തി ഞാൻ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വീഴപ്പോഴത്തേനും പെട്ടെന്ന് ഞാൻ ഈ ആൾത്താരയിലേക്ക് ആൾത്താരെ നോക്കി കഴിഞ്ഞപ്പം ഒരു ക്രൂശിത രൂപം അവിടെയുണ്ട്. പക്ഷേ ഞാൻ ഈ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി കൊടുത്താൽ തന്നെ ഈ ക്രൂശിത രൂപത്തിൻ്റെ സൈഡിലേക്കൂടെ നോക്കി. കാരണം ക്രൂശിത രൂപത്തിൻ്റെ ചുവട്ടിൽ സാധാരണ 2 ആൾക്കാരെ കാണാൻ പറ്റും. ആരാ? 3 ആൾക്കാരെ കാണാൻ പറ്റും. ആരാ? പരിശുദ്ധ അമ്മയെ കാണാൻ പറ്റും, യോഹന്നാനെ കാണാൻ പറ്റും, മഗ്ദലന മറിയത്തെ സാധാരണ കാണാം. ഈ 3 പേരെ കാണും. ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കുരിശിന് ചുവട്ടിൽ കയ്യും കുപ്പി പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നിൽപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് മനസ്സിലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഈശോയെ, നീ കുരിശിൽ ബലിയർപ്പിച്ച സമയത്ത് നിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൻ്റെ അമ്മയുണ്ടായിരുന്നു. ഞാൻ അൾത്താരയിൽ ബലി അർപ്പിക്കുന്ന സമയത്ത് എൻ്റെ അൾത്താരയുടെ മുമ്പിൽ എൻ്റെ അമ്മയുണ്ടായിരിക്കണം. കാരണം എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഞാനിത് ചോദിച്ചത് ഭയങ്കര ഒരു അവകാശത്തോടു കൂടി. കാരണം മറ്റൊന്നുമല്ല, ഇത് ഈശോയ്ക്ക് കിട്ടിയ ഒരു വലിയ അവകാശമാണ്, അല്ലെങ്കിൽ ഈശോയ്ക്ക് കിട്ടിയ ഒരു വലിയ കൃപയാണ്. ഈ കൃപ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണം. ഞാൻ വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല. അപ്പോൾ ഞാനങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഞാൻ പോകുന്ന വഴിക്ക് എനിക്കധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല. കാരണം ഇങ്ങനെ ടെൻഷൻ, ഫോൺ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫോണൊന്നും അറ്റൻഡ് ചെയ്തില്ല. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രാർത്ഥന മാത്രം, ഈശോയെ, നീ കുരിശിൽ ബലിയർപ്പിച്ചപ്പം നിൻ്റെ അമ്മ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു. ഞാൻ അൾത്താരയിൽ ആദ്യ ബലിയർപ്പിക്കുമ്പം എൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ എൻ്റെ അമ്മയുണ്ടാകണം. ഈ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് പെങ്ങന്മാരെ കൂട്ടി എയർപോർട്ടിൽ വന്നിറങ്ങി. കൂട്ടാനായിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അയലോക്കംകാർ വന്നു. അപ്പം ഈ കോട്ടയത്തുള്ള കാരിദാസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ് അമ്മ കിടക്കുന്നത്. അപ്പം ഞാൻ ആദ്യം വീട്ടിലോട്ട് കയറിയിട്ട് ഫ്രഷായിട്ട് പോകാമെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയപ്പം കാണുന്നൊരു കാര്യം, അയലോക്കംകാരൊക്കെ വന്നിട്ട് വീട് അടിച്ച് വരുന്നുണ്ട്, മിറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നു, വഴിയിലെ കാടൊക്കെ വെട്ടുന്നു. അപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലോട്ട് വീണ്ടും പേടി കൂടി. പക്ഷേ പെങ്ങന്മാരൊക്കെ കരയാൻ തുടങ്ങി. എങ്കിലും ഞാൻ മനസ്സിൽ ഈ ഒരു പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചു. കർത്താവേ, നീ ബലിയർപ്പിച്ചപ്പം നിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൻ്റെ അമ്മയുണ്ട്. ഞാൻ ബലിയർപ്പിക്കുമ്പം എൻ്റെ ആൾത്താരയുടെ മുമ്പിൽ എൻ്റെ അമ്മ വേണം. ഞാൻ ഒട്ടും പേടിച്ചില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിൽ ഇങ്ങനെ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വീട്ടുകാരെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക്, നാട്ടുകാരെ ആരോ വന്നു, അവരെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഐസിയുവിൻ്റെ വാതിൽക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്നത് മമ്മിയുടെ കൂടത്തിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സ് ഐസിയുവിൻ്റെ പുറത്ത് നിൽപ്പുണ്ട്, പപ്പായുടെ വീട്ടുകാർ നിൽപ്പുണ്ട്, മമ്മിയുടെ വീട്ടുകാർ നിൽപ്പുണ്ട്, എല്ലാവരും ഹോസ്പിറ്റലിലെ വെളിയിൽ നിൽപ്പുണ്ട്. എന്നിട്ട് ഞാൻ വീട്ടിലെ മൂത്ത മകനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ വേണേൽ കയറി അമ്മയെ കണ്ടു, ആരെങ്കിലും ഒരാൾ കയറിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ല, പെങ്ങന്മാർ ആരെങ്കിലും കയറ്റി വിട്ടോ, അവർ കണ്ടോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ പോയി കണ്ടാൽ മതി, നീ അകത്ത് കയറിയിട്ട് കരയാനോ ബഹളം വെക്കാനോ ഒന്നും നിൽക്കേണ്ട, അമ്മ കോൺഷ്യസ് അല്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോരാൻ പറഞ്ഞു. അപ്പോൾ എന്നെ അവർ ഹോസ്പിറ്റലിൻ്റെ അകത്തോട്ട്, ഐസിയുവിൻ്റെ അകത്തോട്ട് കയറ്റി വിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, 7-ാം നമ്പർ ബെഡിലാണ് അമ്മ കിടക്കുന്നത്. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറി 7-ാം നമ്പർ ബെഡെന്ന് പറഞ്ഞു. ഞാൻ അകത്തോട്ട്, നമുക്കറിയാവില്ലേ ഐസിയുവിൽ ഇങ്ങനെ കർട്ടൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1, 2, 3, 4, 5 ഇങ്ങനെ 7-ാം നമ്പറിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേനും ചങ്കിടിപ്പ് കൂടുക. കാരണം എന്താ കാണാൻ പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഞാൻ 7-ാം നമ്പറിൻ്റെ മുമ്പിൽ ചെന്നു. പക്ഷേ എനിക്കിത് തുറന്നു നോക്കാനായിട്ടൊരു പേടി. അപ്പം അവിടുന്ന് നേഴ്സ് വന്നിട്ട് ചോദിച്ചു, ഏത് നമ്പറാണെന്ന് ചോദിച്ചു വന്നത്. ഞാൻ പറഞ്ഞു, 7-ാം നമ്പരാ. എന്നോട് പറഞ്ഞ് കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ പതിയെ പേടിച്ചുകൊണ്ട് ഞാൻ ഈ കർട്ടൻ മാറ്റി നോക്കി. പക്ഷേ കർട്ടൻ മാറ്റി നോക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഈ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, കർത്താവേ, നീ ബലി അർപ്പിച്ചപ്പം നിനക്ക് നിൻ്റെ അമ്മ നിൻ്റെ കൂടത്തിലുണ്ടായിരുന്നു, എനിക്കെൻ്റെ അമ്മ വേണം. ഞാൻ പതിയെ കർട്ടൻ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കാണുന്നത് എന്നെ അമ്മ നോക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ഓർത്തു, ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് എനിക്ക് തോന്നുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും എന്നെ നോക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. എന്നിട്ട് പതിയെ കയ്യിലൊക്കെ എന്തൊക്കെയോ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പതിയെ കൈ എടുത്തിട്ട് എന്നോട് ഇങ്ങോട്ട് വരാനായിട്ട് കാണിച്ചു. ഞാൻ പതിയെ അതിൻ്റെ ബെഡിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഈ മാസ്ക് പോലെയുള്ള വെൻറ്റിലേറ്ററാണ് വെച്ചിരിക്കുന്നത്. പതിയെ ഈ കൈ കൊണ്ട് ഈ വെൻറ്റിലേറ്റർ മാറ്റിയിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാ, നിനക്കവിടെ സെമിനാരിയിൽ പണിയൊന്നുമില്ലേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. എന്നിട്ട്
അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞാണ് ഞാൻ എൻ്റെ ആദ്യ ബലി അർപ്പിക്കുന്നത്, പുത്തൻ കുർബാന അർപ്പിക്കുന്നത്. പുത്തൻ കുർബാന അർപ്പിച്ച് കഴിഞ്ഞ് ഈശോയുടെ ശരീരം എടുത്ത് പൊക്കി, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം ഉയർത്തിയ ഓസ്തിയുടെ ആദ്യ പകുതി കൊണ്ടുപോയി കൊടുത്തത് എൻ്റെ അപ്പനും അമ്മയ്ക്കുമാണ്. ശരിക്കും നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ ചോദിക്കുമ്പം ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക, നമ്മുടെ ഈ ഒരു വിശ്വാസത്തിൻ്റെ കുറവ് നമ്മുടെ ഉള്ളിൽ പലപ്പോഴും കാണും. കാരണം ഈ വിശ്വാസക്കുറവോടുകൂടി നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ തമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് തരാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് ഒരാളൊരു സമ്മാനം തരാനായിട്ട് വരികയാണ്, പക്ഷെ നമ്മൾ കൈ ഇങ്ങനെ വേണ്ടാന്നുള്ള രീതിയിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്മാനം കിട്ടുമോ? ഇല്ല. നമ്മൾ ഇരുന്നാലും നമുക്ക് കിട്ടില്ല. പക്ഷേ നമ്മൾ കൈകൾ വിരിച്ചിട്ട് ഈ അനുഗ്രഹം എനിക്ക് തരാൻ പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിശ്വാസം. ഈ തമ്പുരാൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യവും ഒരാഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാതിരിക്കില്ല. കാരണം തമ്പുരാനിൽ നമ്മൾ വിശ്വസിക്കണം, തമ്പുരാനിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കണം. നമ്മൾ ഈ വചനം പറഞ്ഞാൽ പോരാ. യെശയ്യാ പ്രവാചകൻ 41:10 തന്നെ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നമ്മൾ തമ്പുരാനെ നോക്കിയിട്ട് പറയാറുണ്ട്, തമ്പുരാനെ എന്തിനാ ഇതെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് തന്നത്? ഇത് ഞാൻ എങ്ങനെ നേരിടും? ഇത് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ നോക്കി നമ്മളൊന്ന് പറഞ്ഞു നോക്കിക്കേ, എനിക്ക് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വലിയൊരു തമ്പുരാൻ എൻ്റെ കൂട്ടത്തിലുണ്ട്. ഇതാ ശരിക്കും നമ്മുടെ വിശ്വാസം. കാരണം നമ്മുടെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു തുടങ്ങിയത് മുതൽ സ്വന്തം പുത്രൻ്റെ തിരുശരീരം മടിയിൽ കിടത്തിയതുവരെ ഈ അമ്മ പറഞ്ഞതാ. കാരണം സ്വന്തം ജീവിതം പൂർണ്ണമായിട്ട് തമ്പുരാന് ഭരമേൽപ്പിച്ചു. കാരണം ഈ ഭരമേൽപ്പിക്കലുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കാര്യവും നമ്മളെ തകർക്കാനായിട്ട് വരില്ല. ഞാനിന്ന് അങ്ങോട്ട് വരുന്ന വഴിക്ക്, ഞാൻ മലയാറ്റൂരിൽ നിന്നാണ് വന്നത്. ഇവിടെ കടുവാക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് MCVSൻ്റെ ഒരു പ്രൊവിൻഷ്യൽ ഹൗസ് ഉണ്ട്. അവിടെ എൻ്റെ ഒരു ഭാഷ്യകാരനുണ്ട്. അപ്പം ഭാഷ്യകാരൻ ഞങ്ങൾ സ്കൂളിൽ തൊട്ട് ഒരുമിച്ച് പഠിച്ചതാണേ. അപ്പം സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് സെമിനാരി ചേർന്നു, ഒരേ ദിവസം പട്ടം കിട്ടി. ഇങ്ങനെയുള്ള, കാരണം എന്നെക്കാളൊക്കെ ഒത്തിരി നല്ല കഴിവുള്ള, നല്ല കൃപയുള്ള ഒരു അച്ഛനാണ്. പക്ഷേ അച്ഛന് പട്ടം കിട്ടിക്കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞ് അച്ഛന് പെട്ടെന്ന് ഇങ്ങനെ കുർബാനയുടെ ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞപ്പം അച്ഛൻ്റെ കുർബാന പുസ്തകത്തിൽ ഒന്നും വായിക്കാൻ പറ്റാതെ വന്നു. പെട്ടെന്ന് ബ്ലൈൻഡായി പോയി. ചെന്ന് ചെക്കപ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അച്ഛന് ബ്രെയിൻ ട്യൂമറാണ്. അപ്പം ആദ്യം ഈ ട്യൂമറിനുള്ള ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. കുറേ നാളിങ്ങനെ റെസ്റ്റ് എടുത്തു. കുറേ നാൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ ക്യൂറായി. പിന്നെ അച്ഛൻ എല്ലാം ഓക്കെ ആയി. പിന്നെ അച്ഛൻ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങി. അച്ഛൻ ഞങ്ങളെ നോയ്സ് മാസ്റ്ററൊക്കെ ആയിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് വീണ്ടും അച്ഛനൊന്ന് ചെക്കപ്പിനായിട്ട് പോയി. ചെക്കപ്പിനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛന് പെട്ടെന്നൊരു ഫിക്സ് വന്നു. അച്ഛൻ വീണു. അച്ഛനെ വീണ്ടും അസ്റ്റർ മെഡിസിറ്റി കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ട്യൂമർ ഒത്തിരി വളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മെഡിസിനൊക്കെ നിർത്തിയതായിരുന്നു. എന്നിട്ട് വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അച്ഛന് ക്യാൻസറിൻ്റെ ഓപ്പറേഷനായിട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ അവർ പറഞ്ഞു ഇനിയും റിക്കവറി, ഇനിയും തിരിച്ച് ബോധത്തിലേക്ക് വരുമോ എന്നൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ അച്ഛനുണ്ടല്ലോ ഒരല്പം പോലും പേടിയില്ല. കാരണം പേടിയില്ല. അപ്പം ഞാൻ ഈ കൂട്ടത്തിലുള്ള കാരണം ഞാനാണ് ഈ അച്ഛൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ പേടിയില്ലാതിരിക്കാൻ വേണ്ടി അച്ഛന് കൗൺസിലിംഗ് കൊടുക്കാനൊക്കെ അവിടെ ഡോക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ അച്ഛന് പേടിയില്ലാത്തതാണോ അതെയോ പേടിയില്ലാതെ അഭിനയിക്കുന്നതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ഛനൊരു പേടിയില്ല. അപ്പോൾ ഞാൻ ഈ അച്ഛനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ സങ്കടപ്പെട്ടാണ് പോയത്. പക്ഷേ ഈ അച്ഛന് ഒരു പേടിയില്ല. അച്ഛൻ ഇങ്ങനെ നിന്നു. എന്നിട്ട് ആ ഓപ്പറേഷനായിട്ട് കയറ്റി അച്ഛൻ റിക്കവർ ചെയ്തു. ഈ ബയോപ്സിയുടെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു ഇപ്പം ക്യാൻസർ 4th സ്റ്റേജ് കഴിഞ്ഞു, ഇനിയും അച്ഛൻ 6 മാസം കൂടെ ജീവിച്ചിരിക്കുകയുള്ളൂ. ഡോക്ടർ അച്ഛനോട് ഈ റിസൾട്ട് വന്നപ്പോൾ കഴിഞ്ഞപ്പം അസ്റ്റർ മെഡിസിറ്റിയുടെ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛൻ 6 മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുകയില്ല, അച്ഛന് ഓർമ്മ കിട്ടിയല്ല, അച്ഛന് വഴിയൊന്നും അറിയാൻ പറ്റിയല്ല. അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇന്നും അച്ഛനെ കണ്ടു. കാരണം അന്ന് ഡോക്ടറിനോട് ഈ അച്ഛനൊരു തിരിച്ചൊരു മറുപടി അങ്ങോട്ട് പറഞ്ഞു, ഡോക്ടറിന് അറിയാൻ മേലാത്ത ഒരു സ്പിരിറ്റാണ് എന്നെ നിയന്ത്രിക്കുന്നത്. ആ സ്പിരിറ്റ് എപ്പം തീരുമാനിക്കുന്നോ അത്രയും നാൾ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞു. 2ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം 2-3 വർഷമായി അച്ഛൻ ഒരു കുഴപ്പവും കൂടാതെ ശുശ്രൂഷ ചെയ്ത്. ഈ കഴിഞ്ഞ ആഴ്ചയും ഇവിടെ ക്ലരീഷ്യൻ സെമിനാരിക്കാരെ ധ്യാനിപ്പിക്കാനായിട്ട് അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു.
ഒരു കുഴപ്പവും കൂടാതെ വളരെ ഊർജ്ജസ്വലതയോടുകൂടി നടക്കുന്നു. അപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് അത് പറയുന്നത്. കാരണം എന്നാണെന്നറിയാമോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തമ്പുരാനിലേക്ക് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരു ശക്തിക്കും നമ്മുടെ ജീവിതത്തിലേക്ക്, ഒരു തിന്മയുടെ ശക്തിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പറ്റില്ല. വിശുദ്ധ ഫൗസ്റ്റീനിയ പുണ്യവതിയോട് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പിശാചിന് കടന്നു വരാൻ പറ്റുന്ന രണ്ട് വാതിലുള്ളെന്നാണ് പറഞ്ഞത്. ആ 2 വാതിൽ ഏതാണെന്നറിയോ? ഒന്നാമത്തെ വാതിൽ ഭയം, നിരാശ. ഇതുണ്ടെങ്കിൽ പിശാച് അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടും, അവൻ നമ്മളെ കീഴ്പ്പെടുത്തും. 2ാമത്തെ വാതിൽ അഹങ്കാരം. ഈ 2 വാതിലിലൂടെ മാത്രമേ പിശാച് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുള്ളൂ. പലപ്പോഴും പിശാച് ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന വാതിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ആകെപ്പാടെ പേടിച്ചു പോവുക. കാരണം എൻ്റെ ദൈവമേ, ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ മുന്നോട്ട് കയറും, എങ്ങനെ മുന്നോട്ട് പോകും? നമ്മൾ ആകെപ്പാടെ അങ്കലാപ്പിലായിരിക്കുന്നത്. പക്ഷേ നമ്മൾ വിശ്വാസത്തോടു കൂടി നമ്മുടെ തമ്പുരാനോട് ചേർന്ന് നിന്നാലുണ്ടല്ലോ, ഒരു തിന്മയുടെ ശക്തിക്ക് നമ്മുടെ ജീവിതത്തെ തകർക്കാനായിട്ട് പറ്റില്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു അപ്പസ്തോലിക ലേഖനമുണ്ട്, പ്രത്യാശയുടെ പടിവാതിൽ എന്ന് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നത്, കർത്താവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വ്യക്തികളിലേക്ക് ദൈവം കരുണയായി തന്നെ വെളിപ്പെടുത്തുന്നു. അവരിലേക്ക് ഇറങ്ങി വരുന്ന സ്നേഹമായി, അവരെ കൈപിടിച്ച് ഉയർത്തുന്ന സ്നേഹമായി ദൈവം അവർക്ക് തന്നെ വെളിപ്പെടുത്തുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ തമ്പുരാനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ തമ്പുരാൻ നമ്മുടെ കരം പിടിക്കാനായിട്ട് എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ കാണും. 2ാമത്തെ കാര്യം എന്താ? വിശ്വാസം കഴിഞ്ഞ് മടുത്തോ? ഒരു കൈ പൊക്കിയിട്ട് ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ. ഇടതുകരം പൊക്കി ഹല്ലേലൂയ. 2 കരം ഉയർത്തി ഹല്ലേലൂയ. 2ാമത്തെ കാര്യം എന്നാ? ശരണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം, ഈ വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒന്ന് ശ്രദ്ധിച്ചോണേ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16 അധ്യായം 25, 26 വചനങ്ങളിൽ ഇപ്രകാരം കാണുന്നത്, കർത്താവേ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് ദാനവിഭവമല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനനുസരിച്ച് രൂപാന്തരം പ്രാപിക്കും. കേട്ടിട്ടുണ്ടോ ഈ വചനം? ഇല്ല. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. സിമ്പിൾ വചന, വളരെ ശക്തിയുള്ളൊരു കാര്യമാണ് തമ്പുരാൻ എൻ്റെ അതോട് പറയുന്നത്. അത് കർത്താവേ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് ദാനവിഭവമല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി. അടുത്ത് കഴിഞ്ഞത്തെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനനുസരിച്ച് രൂപാന്തരം പ്രാപിക്കും. അതായത് കർത്താവിനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനനുസരിച്ച് രൂപാന്തരം പ്രാപിക്കും. ഈ വചനത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൈവയ്ക്കൊരു ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ. ശരി, ഹല്ലേലൂയ. നമ്മളെ ഈ ഒരു വചനം എങ്ങനെയാണെന്നറിയാവോ? ഈ വചനം സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനനുസരിച്ച് രൂപാന്തരം പ്രാപിക്കും. ഇതിനെപ്പറ്റി എനിക്കധികം അറിവില്ലായിരുന്നു, പക്ഷേ എൻ്റെ ജീവിതത്തിലൂടെ ഞാനിത് മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ബോംബെയിൽ ഒരു ഇടവകയിലായിരുന്നു ഇതിനു മുമ്പെന്ന്. അപ്പം സാധാരണ വീട് വെഞ്ചരിപ്പിന് അച്ഛന്മാർ നമ്മുടെ ഇവിടെ വരാറില്ലേ? അപ്പം എപ്പോഴാണ്? പകൽ സമയത്തല്ലേ വീട് വെഞ്ചരിപ്പിന് വരുന്നത്. അപ്പോൾ ഈ ബോംബെയിൽ എല്ലാവരും ജോലിക്കാരാണേ. ഈ ജോലിക്കാരാകുമ്പോഴത്തേനും സാധാരണ വീട് വെഞ്ചരിപ്പ് നടക്കുന്നത് രാത്രി ഒരു 9 മണി 10 മണി ആകുമ്പോഴാണ് വീട് വെഞ്ചരിപ്പ് തുടങ്ങുന്നത്. അപ്പോൾ അവരിങ്ങനെ പല ഫ്ലാറ്റിൽ കൂടെ ആയിരിക്കുമല്ലോ. അപ്പം കുറച്ച് സമയം എടുക്കും. രാത്രി ഒരു 12 മണി 1 മണി വരെ വീട് വെഞ്ചരിപ്പ് നടക്കും. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു വാർഡിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ അവിടെ വിളിച്ച് പറയും, ആ യൂണിറ്റ് വിളിച്ച് പറയും, ഇന്ന് വീട് വെഞ്ചരിപ്പിന് വരും. വീട് വെഞ്ചരിപ്പിന് അച്ഛൻ വരുമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിടും. അപ്പം ചെന്ന് ബെല്ലടിക്കേണ്ട താമസം അവർ വീട് തുറന്നു തരും. അപ്പം ഞാനും ആ യൂണിറ്റിലുള്ളൊരു ചേട്ടനുമായിട്ടായിരിക്കും എല്ലാ പ്രാവശ്യം പോകുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ വീട് വെഞ്ചരിക്കാനായിട്ട് പോവാം. അപ്പം ഞങ്ങളൊരു വീട്ടിൽ ചെന്നു, ബെല്ലടിച്ചു, ബെല്ലടിച്ചു. എന്നിട്ട് അവർ വാതിൽ തുറന്നില്ല. അപ്പം അകത്തുനിന്ന് TV-യുടെ ഒച്ച കേൾക്കാം, അകത്ത് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ രണ്ടാമത് ഒന്നുകൂടെ ബെല്ലടിച്ചു. അപ്പം വീട്ടിലൊരു ചേട്ടനും ചേച്ചിയും തന്നെയാണ് താമസിക്കുന്നത്. അപ്പം ഈ ചേച്ചി വന്ന് രണ്ടാമത് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനെ കണ്ടപ്പം ആദ്യം പറഞ്ഞു, അയ്യോ അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി വീട് വെഞ്ചരിപ്പിൻ്റെ കാര്യം ചേച്ചി മറന്നുപോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുറേ ദൂരത്തിൽ അവരുടെ വീട്. അപ്പം എന്നോട് പറഞ്ഞു, അച്ഛൻ അതിന് കയറിയിരിക്കുക. അപ്പോൾ ഞാൻ കയറിയിരുന്നു, ചേട്ടനോടൊന്ന് വർത്താനം പറഞ്ഞു. 5 മിനിറ്റ് കൊണ്ട് ഞാനെല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അകത്ത് കയറി ആ ചേട്ടനോട് വർത്താനമൊക്കെ പറഞ്ഞ് ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചി പറഞ്ഞു, അച്ഛാ വീട് വെഞ്ചരിപ്പിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി, അച്ഛൻ വായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അകത്ത് വീട് വെഞ്ചരിപ്പിന് പോയി പ്രാർത്ഥനയൊക്കെ ചൊല്ലി, എന്നിട്ട് എല്ലായിടത്തൂടെയും ഹന്നാൻ വെള്ളം തെളിച്ചിങ്ങനെ നടക്കുന്ന വഴിക്ക്
നിങ്ങളുടെ അച്ഛന്മാരിങ്ങനെയല്ല കേട്ടോ, എല്ലാ അച്ഛന്മാരും ഇങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ഹന്നാൻ വെള്ളം വിളിച്ച് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ കണ്ണ് ഈ ഡൈനിങ് ടേബിളിലേക്ക് പോയി. ഞാൻ ഈ ഡൈനിങ് ടേബിൾ നോക്കുമ്പോൾ കാണുന്നൊരു കാര്യം എന്നാണെന്നറിയാമോ? നല്ല 2 അയല ഇങ്ങനെ വറുത്ത് വെച്ചേക്കുക, നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട്. അപ്പം പെട്ടെന്ന് ഞാനിങ്ങനെ ഹന്നാൻ വെള്ളം തെളിച്ച് നടന്ന സമയത്ത് ഈ അയല കണ്ടിട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹം, ഒരു അയല കിട്ടിയിരുന്നെങ്കിൽ. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, എനിക്ക് അവർ ചോറൊന്നും തന്നില്ല, പിന്നെ വൈകിട്ട് കിട്ടിയ ചോറൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോയി. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, വീട്ടിൽ പോകുന്നവരെ ഞാനിനി ഫ്ലാറ്റിലോട്ട് പോകുന്നവരെ ഞാൻ ചിന്തിച്ചു, ഞാൻ 3 മാസം കഴിയുമ്പോൾ ഞാനിനി വീട്ടിൽ ചെല്ലുന്നുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോഴേ ഞാൻ അമ്മയോട് പറയും, ഞാൻ വരുമ്പോൾ എനിക്കൊരു അയല, നല്ലൊരു അയല വറുത്ത് തരണം. അപ്പോൾ ഞാൻ ഈ കാര്യം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഞാൻ പോയി കിടന്നു. പിറ്റേ ദിവസം ഞാൻ കുർബാന അർപ്പിക്കാനായിട്ട് വന്നു. സാധാരണ ഞാൻ കുർബാന അർപ്പിക്കുമ്പോൾ എനിക്കധികം അശ്രദ്ധമായിട്ട് ഇരിക്കുന്ന ഇഷ്ടമല്ലേ. ഞാൻ തലേദിവസം കുർബാന അർപ്പിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പം അയല വീണ്ടും മനസ്സിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ തലേദിവസം കണ്ട അയലെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വിടാനായിട്ട് നോക്കി. പിന്നെ ഞാൻ കുർബാനയുടെ സമയത്ത് മുഴുവൻ തലേദിവസം കണ്ട ഈ അയല ഇങ്ങനെ കയറി വരിക. അപ്പോൾ എനിക്ക് ഒത്തിരി അശ്രദ്ധമായിട്ട് ഇങ്ങനെ ഒരു മനസ്സ് പോവുക. അപ്പോൾ അവസാനം ഞാൻ എപ്പോഴും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഈശോയോട് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ എന്ന് പറഞ്ഞ് അവസാനം വൈദികൻ പോയി ബലിപീഠത്തെ ചുംബിക്കുന്ന സമയത്തുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഈശോയോട് പറയുന്നത് ഈ ബലിപീഠത്തെ ചുംബിക്കുന്ന സമയത്താണ്. ഞാനിങ്ങനെ ബലിപീഠത്തെ ചുംബിച്ചിരുന്ന സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഈ അയലയുടെ കാര്യം ഒന്ന് നോക്കിയോണേ എന്ന് പറഞ്ഞു. ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ, ഞാൻ ഈ അയലയുടെ കാര്യം ഒന്ന് നോക്കിയോണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റും ഈ പള്ളിയും തമ്മിലൊരു 3-4 കിലോമീറ്റർ വ്യത്യാസമുണ്ട്, അകലമുണ്ട്. അപ്പം ഞാൻ രാവിലെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ പള്ളിയിലെ പണിയൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയാകുമ്പോഴാണ് തിരിച്ച് ഞാൻ ഫ്ലാറ്റിലേക്ക് പോകുള്ളൂ. അന്ന് പതിവ് പോലെ ഞാൻ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവാം. അപ്പോൾ എനിക്ക് ചില ദിവസം ഇങ്ങനെ അവിടെ ഒരു ഗോവക്കാരി ചേച്ചി ഇങ്ങനെ വീടടിച്ച് വരാനും വല്ലപ്പോഴും വല്ല കറിയൊക്കെ വെച്ച് തരാനായിട്ട് വരും. അപ്പോൾ ഈ ഗോവക്കാരി ചേച്ചിമാരുണ്ടാക്കുന്ന കറിക്കൊരു പ്രത്യേക മണമോ, ഒരു ഉളുമ്പ് മണമോ. അപ്പോൾ എനിക്ക് ചേച്ചി ഈ മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ഫ്ലാറ്റിൽ കയറാനേ തോന്നിയില്ല. അപ്പോൾ അതുപോലത്തെ ഒരു മണമായിരിക്കും അന്ന് മുഴുവൻ. അപ്പം അന്ന് ഞാൻ പതിവിന് വിപരീതമായി പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നല്ല മീൻ മറക്കുന്ന മണം വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, അപ്പോൾ ഒരിക്കലും എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു മണം വന്നിട്ടില്ല. അപ്പം 3-4 വീടുകളിങ്ങനെ അടുത്തടുത്തുണ്ട്. ഞാൻ ഓർത്ത് മിക്കവാറും അയലോക്കത്തെ ഫ്ലാറ്റിൽ നിന്ന് വല്ലതും ആയിരിക്കും. ഞാൻ തമ്പുരാനോട് പറഞ്ഞു, ഇന്ന് ഒന്നാമത്തെ മീനിൻ്റെ കൊതിയായിട്ടിരിക്കുക, അപ്പോൾ വീണ്ടും മീൻ മറുത്തതിൻ്റെ മണവും കൂടെ വരുന്നു. അപ്പോൾ ഞാൻ കയറി കഴിയുമ്പോൾ അന്നാരെ ആദ്യത്തെ റൂം ചാപ്പല. ഞാൻ ചാപ്പലയിൽ ചെന്നിട്ട് പതിയെ ഈശോ ഇങ്ങനെ കുമ്പിട്ടു. അടുത്ത റൂം ഡൈനിങ് റൂമാണ്. അപ്പോൾ ഞാൻ ഡൈനിങ് റൂമിലേക്ക് കയറി ചെന്നു. ഡൈനിങ് റൂമിലേക്ക് കയറി ചെന്ന് ഒരു പാത്രം ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പാത്രം ഇങ്ങനെ പൊക്കി നോക്കി. പാത്രം പൊക്കി നോക്കുമ്പോൾ കാണുന്ന കാര്യം എന്നാണെന്നറിയാമോ? 2 നല്ല അയല, ചൂടയല ഇങ്ങനെ ആ പാത്രത്തിൻ്റെ അകത്തിരിക്കുക. നമുക്ക് തലയുണ്ട്, വാലുണ്ട്, നല്ല ആവി പറക്കുന്ന കുരുമുളകൊക്കെ ഇട്ട് വറുത്ത് ഈ സവോളയും ക്യാരറ്റെല്ലാം ഇങ്ങനെ വട്ടത്തിൽ കണ്ടിച്ച് വെച്ച് ഞാൻ തലേദിവസം കണ്ടതിനേക്കാളും വളരെ മനോഹരമായ 2 അയല ആ പ്ലേറ്റിൻ്റെ അതിരിക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ പ്ലേറ്റ് അടച്ചിട്ട് നേരെ ചാപ്പലിലേക്ക് പോയിട്ട് തമ്പുരാനെ നന്ദി എന്ന് പറഞ്ഞു. ശരിക്കും ഇതെനിക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നി. കാരണം എന്നാണെന്നറിയാമോ? ഞാൻ 4-5 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഒരു ദിവസമോ ഇതിന് ശേഷം ഒരു ദിവസമോ ചേച്ചി എനിക്ക് അയല ഉണ്ടാക്കി തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ചേച്ചിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇന്ന് എന്താ ചേച്ചി അയല ഉണ്ടാക്കി തരാനുള്ള കാരണമെന്ന് ചോദിച്ചു. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ രാവിലെ ഇങ്ങനെ പള്ളിയിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനിന്ന് മീൻ മേടിച്ച് കൊടുക്കാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ കുർബാന കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു മീൻകാരൻ അയല വരുന്നുണ്ട്. ആ പുള്ളിയുടെ കയ്യിൽ നല്ല അയല ഉണ്ടായിരുന്നു. ഞാൻ 2 അയല മേടിച്ച് കൊണ്ടുപോയി വറുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ തൊട്ടപ്പുറത്തെ പള്ളിയിൽ സീറോ മലബാർ മാസം മലയാളം മാസം എല്ലിക്കൊണ്ടിരുന്നപ്പം ചേച്ചി അപ്പുറത്തെ പള്ളിയിൽ ലാറ്റിൻ മാസം ഇംഗ്ലീഷ് മാസം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ സീറോ മലബാർ മാസം എല്ലിയിട്ട് ഈശോയെ ഒരു അയലയുടെ കാര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഈശോ ചെന്ന് ഈ ചേച്ചിയുടെ മനസ്സിൽ ചെന്ന് പറഞ്ഞു കൊടുത്തു, അച്ഛന് ഒരു അയല തിന്നാനായിട്ട് ആഗ്രഹമുണ്ട്. ഇതാ ഈ വചനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനനുസരിച്ച് രൂപാന്തരം പ്രാപിക്കും. നമ്മൾ ഈ തമ്പുരാനെ പൂർണ്ണമായിട്ട് ശരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടിയും ഈ തമ്പുരാൻ്റെ അടുത്ത് നമ്മുടെ കരങ്ങൾ നീട്ടി നോക്കിക്കോ, നമുക്കൊന്നും കിട്ടാതിരിക്കില്ല. കാരണം ഈ തമ്പുരാൻ്റെ കയ്യിലില്ലാത്തതായിട്ട് ഒന്നുമില്ല. സൗഖ്യമുണ്ടോ തമ്പുരാൻ്റെ കയ്യിൽ? ഉണ്ടോ? പൈസ ഉണ്ടോ തമ്പുരാൻ്റെ കയ്യിൽ? കർത്താവ് പൈസ കൊടുക്കുന്നതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ ബൈബിളിൽ? ഇല്ലേ? ഉണ്ടോ? തമ്പുരാൻ പൈസ ആർക്കെങ്കിലും കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ടോ? ശരിക്കും ഉണ്ടല്ലോ, തമ്പുരാൻ്റെ കയ്യിൽ എല്ലാം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ എന്ത് ചോദിച്ചാലും അതെല്ലാം ഈ തമ്പുരാൻ്റെ കയ്യിലുണ്ട്. ശരിക്കും അതെനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബോംബെയിൽ ശുശ്രൂഷ ചെയ്തപ്പം ഞാൻ ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഈ പിള്ളേരെ നോക്കുന്നു. അപ്പോൾ നമുക്ക് ഒത്തിരി പിള്ളേർ ഒരു പ്രാവശ്യം കിട്ടി. അപ്പോൾ ഈ പിള്ളേരെ ഒന്നും കിടത്താനായിട്ട്
സ്ഥലമില്ലാത്തപ്പം ഞാൻ ഈ ബോംബെയിലുള്ളപ്പോൾ ഞാനിങ്ങനെ പകൽ സമയത്ത് സമയം കിട്ടുമ്പോൾ ഞാൻ ഓരോ കമ്പനിയിലൊക്കെ ചെന്നിട്ട് ഓരോ പ്രോജക്റ്റ് വെച്ച് ഈ CSR ഫണ്ടൊക്കെ കളക്ട് ചെയ്ത് ഞാനവിടെ ബിൽഡിങ് പണിയാനായിട്ട് അയച്ചു കൊടുക്കും. അപ്പം ഈ അയച്ചു കൊടുക്കുമ്പം ഞാൻ അവിടെയുള്ള അച്ഛനോട് എപ്പോഴും പറയുന്നൊരു കാര്യം ഇതാ, അച്ഛാ ഇന്ന് ഒരു ബാത്റൂമിൻ്റെ പണിയുടെ കാര്യം ഒന്ന് നോക്കണം. കാരണം ഈ പിള്ളേർ വയ്യാത്ത പിള്ളേരാണ് കൂടുതലേ. അപ്പം ഈ പിള്ളേർ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേനും ഈ അവരുടെ ഭക്ഷണം കഴിക്കുന്ന റൂമും ബാത്റൂമും തൊട്ടടുത്തടുത്താണ്. അപ്പോൾ ഈ ബാത്റൂമിൽ നിന്ന് ഇവർ പ്രോപ്പറായിട്ട് വെള്ളമൊന്നും ഒഴിക്കാത്ത കാരണം ഒത്തിരി സ്മെല്ല് ഈ ഭക്ഷണം കഴിക്കുന്നിടത്തോട്ട് വരും. അപ്പം ഇത് ഭയങ്കര ഒരു വൃത്തികെട്ട സ്മെല്ലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും ഭക്ഷണം ഞാൻ പൈസ കിട്ടുമ്പോൾ ഞാൻ ഈ അച്ഛന് കൊടുക്കുമ്പോൾ പറയും, അച്ഛാ ബാത്റൂമിൻ്റെ പണിയൊന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ അച്ഛൻ എന്നോട് പറയും, ചെയ്യാം എല്ലാ പ്രാവശ്യവും ചെയ്യാമെന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ ആ പ്ലാൻ അനുസരിച്ച് ഒരു 4 കെട്ടിൻ്റെ ഒരു സൈഡ് ഇവർക്ക് താമസിക്കാനുള്ള ഡോർമെറ്ററി പണിയാൻ ആദ്യം പ്ലാൻ ഇട്ടത്. പക്ഷേ തമ്പുരാൻ അനുഗ്രഹിച്ച് എല്ലാ പണികളും തീർന്നു. 4 സൈഡും വളരെ മനോഹരമായിട്ട് ബിൽഡിങ് കിട്ടി. ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് ഒരിക്കൽ അച്ഛൻ എന്നെ ഇതിൻ്റെ വെഞ്ചിരിപ്പിനായിട്ട് വിളിക്കാനായിട്ട് വന്ന സമയത്ത് ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ 3 മാസം കഴിഞ്ഞ വെഞ്ചിരിപ്പ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ അച്ഛനോട് ചോദിച്ചു, അച്ഛാ നമ്മുടെ ബാത്റൂമിൻ്റെ പണി ചെയ്തോന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ ആ ഒരു കാര്യം മാത്രം ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ചെയ്യാനായിട്ട് പറ്റിയില്ലെന്ന് പറഞ്ഞു. അപ്പം എന്നോട് അച്ഛനിങ്ങനെ പറഞ്ഞു, അച്ഛാ നമുക്ക് ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ പൈസ കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാം, അച്ഛൻ സങ്കടപ്പെടേണ്ട. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ ഈ കോൺട്രാക്ടറിനോട് ചോദിച്ചപ്പം കോൺട്രാക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ ആ ബാത്റൂം പണിയാനായിട്ട് മെറ്റീരിയൽ എടുക്കണമെങ്കിൽ ഒരു 13 ലക്ഷം രൂപ ആകും, ഒരു ലേബർ ചാർജ് ഒരു 13.5 ലക്ഷം രൂപ ആകും, മൊത്തം ഒരു 16 ലക്ഷം രൂപ ഇനിയും നമുക്ക് വേണം ആ പണിക്ക് വേണ്ടി. അപ്പോൾ അതെന്നായാലും ഇപ്പോഴില്ല അച്ഛാ, അത് നമുക്ക് വെഞ്ചിരിപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ സാവധാനത്തിൽ പണിയാം. അച്ഛനിത് പറഞ്ഞിട്ട് എനിക്ക് ആകെപ്പാടെ ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പം തൊട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ പിള്ളേരുടെ ഭക്ഷണം കഴിക്കുന്ന റൂമും ബാത്റൂമും കുറച്ച് അകലത്തിലാക്കി നന്നായിട്ട് പണിയണമെന്ന്. എനിക്കന്ന് ഭയങ്കര സങ്കടമായി. അന്ന് ഞാൻ ബലിയർപ്പിച്ചപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. ഞാൻ ഒത്തിരി വഴികൾ നോക്കി. എന്നിട്ട് എനിക്ക് മനസ്സിലായി ഒരു 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷമൊക്കെയാണ് ആരോടെങ്കിലും ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിക്കാം. പക്ഷേ അച്ഛൻ പറഞ്ഞത് 16 ലക്ഷം രൂപ വേണമെന്നാണ്. അപ്പോൾ ഇത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് ആകെപ്പാടെ ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാനിങ്ങനെ സങ്കടപ്പെട്ട് തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, തമ്പുരാനെ എനിക്കറിയാം നിൻ്റെ കയ്യിൽ ഈ 16 ലക്ഷം രൂപ എടുക്കാനില്ല. പക്ഷേ ഞാൻ ഈ സങ്കടം ആരോട് പറയും? പിന്നെ പിറ്റേ ദിവസം ഞാനിങ്ങനെ കുർബാന അർപ്പിച്ചത് ഞാൻ ഒത്തിരി സങ്കടത്തോടു കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി ഞാനിങ്ങനെ ബലിപീഠത്തെ ചുംബിച്ച് കഴിഞ്ഞപ്പം ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്കറിയാം നിൻ്റെ പൈസ ഇല്ല, പക്ഷേ എനിക്ക് വേറെ ആരോടും വിഷമം പറയാനായിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നുള്ളെന്ന് പറഞ്ഞ് ഞാൻ ഈ ബലിപീഠത്തെ ചുംബിച്ചു. ഞാൻ സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉച്ചവരെ പള്ളിയിലിരിക്കും. അന്ന് എനിക്ക് മനസ്സിലൊരു സന്തോഷമില്ലാത്ത കാരണം ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് പോയി. ഞാനവിടെ ഫ്ലാറ്റിൽ ചെന്നു. ഞാനിങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മേശപ്പുറത്ത് ബൈബിൾ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചേട്ടൻ വിളിച്ചു, അച്ഛൻ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ താമസിക്കുന്ന ഫ്ലാറ്റിലുണ്ട്. അച്ഛൻ താഴെ വരെ ഒന്ന് ഇറങ്ങി വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പാവപ്പെട്ട എന്ന് പറഞ്ഞാൽ അധികം സമ്പത്തൊന്നും ഉള്ള ചേട്ടനല്ല. അപ്പം ചേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് ചേട്ടൻ എനിക്കൊരു 10,000 രൂപ ഈ പിള്ളേർക്കാന്ന് പറഞ്ഞ് എനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ചേട്ടൻ താഴേക്ക് വിളിച്ചു. ഞാൻ താഴേക്ക് ചെന്നു. എന്നിട്ട് ചേട്ടൻ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ചേട്ടൻ കാറിൻ്റെ അകത്തുനിന്ന് ഒരു കവർ എടുത്തിട്ട് എൻ്റെ നേരെ നീട്ടി, അച്ഛാ ഇത് അച്ഛൻ്റെ പിള്ളേർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കവർ മേടിച്ചിട്ട് ഞാൻ തിരിച്ച് റൂമിൽ പോയിട്ട് ഞാൻ വീണ്ടും ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. കാരണം എനിക്കറിയാം ഈ ചേട്ടൻ്റെ കയ്യിൽ അധികം പൈസ ഒന്നും ഇല്ലാത്ത ചേട്ടനാണ്. അപ്പം മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ ചേട്ടൻ എനിക്കൊരു 5,000 രൂപ തരാൻ പറ്റും, അതിൽ കൂടുതലൊന്നും തരാൻ പറ്റുന്ന ചേട്ടനില്ല. അപ്പോൾ ഞാൻ ഈ കവറോടെ വെച്ചു. ഞാൻ ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. അന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മനസ്സൊത്തിരി അസ്വസ്ഥമായിരുന്നു. അപ്പോൾ എനിക്ക് ബൈബിൾ വായിച്ചിട്ട് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ ഈ പൈസ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഇട്ടേക്കാമെന്ന് ഓർത്ത് ഞാൻ ഈ കവറിൻ്റെ അകത്തുനിന്ന് കവർ തൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു ചെക്കായിരിക്കുന്നത്. ഞാൻ പതിയെ ചെക്ക് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ശരിക്കും എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കാണുന്നത് അവിടെ അക്കം നോക്കി. അപ്പം 17 ലക്ഷം രൂപ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മേളിൽ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയേക്കുക 17 lakhs rupees. ഞാൻ പെട്ടെന്ന് എനിക്ക് ഈ ചെക്ക് തന്ന ചേട്ടനെ ഞാൻ പെട്ടെന്ന് ഫോൺ വിളിച്ചു, ചേട്ടാ ഇതെവിടുന്നാ ഇത്രയും പൈസ എന്ന് ഞാൻ ചോദിച്ചു. ഞാനിങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞ കാര്യം എന്നാണെന്നറിയാവോ? ഇന്നലെ ഞാൻ ഞാൻ എൻ്റെ കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞപ്പം അച്ഛൻ്റെ മക്കളെ പറ്റി എൻ്റെ മുതലാളിയോട് ഞാൻ പറഞ്ഞു, ബോസിനോട് ഞാൻ പറഞ്ഞു. അപ്പം പുള്ളി അച്ഛൻ്റെ മക്കൾക്ക് കൊടുത്തേക്കാൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ എഴുതി തന്ന കാര്യം ഇത്. തലേ ദിവസം എന്നോട് അച്ഛൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ്റെ ആ പണികൾക്കായിട്ട് 16 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. പിറ്റേ ദിവസം
ഒരു ചെക്ക് എനിക്ക് കിട്ടിയത് 17 ലക്ഷം രൂപയുടെയാണ്. അത് 15 അല്ല 20 അല്ല. ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ തമ്പുരാൻ്റെ അടുത്ത് ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അതായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപാന്തരം പ്രാപിക്കും. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? നമ്മൾ ഈ തമ്പുരാനിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടണം. കാരണം ഈ തമ്പുരാൻ്റെ കയ്യിൽ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ലെന്നേ. നമ്മൾ നമ്മുടെ മനസ്സിലെ ആവലാതികളും നമ്മുടെ ടെൻഷൻസും നമ്മുടെ വിഷമങ്ങളും എല്ലാം ആയിട്ട് ഈ തമ്പുരാൻ്റെ അടുത്ത് പോയി നിൽക്കേണ്ട. അതിനേക്കാൾ ഉപരി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഈ തമ്പുരാനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാനായിട്ട് ആഗ്രഹിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 6 അധ്യായം 21 വചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്. അവർ കർത്താവിനെ വള്ളത്തിൽ കയറ്റാനായിട്ട് ആഗ്രഹിച്ചു. അത് കഴിഞ്ഞൊരു വാക്ക് പറയുന്നുണ്ട്. നിങ്ങൾ ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോണം. അതിങ്ങനെ പറയുന്നത്, അവർ കർത്താവിനെ വള്ളത്തിൽ കയറ്റാനായിട്ട് ആഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കെടുത്തു. അതായത് ഈ തമ്പുരാനെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറ്റാനായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്നായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക്, നമ്മുടെ കുടുംബവും നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, നമ്മുടെ സൗഖ്യങ്ങളിലേക്ക്, നമ്മുടെ കഷ്ടപ്പാടുകളിലേക്ക് ദൈവത്തിൻ്റെ കൃപകൾ ഒഴുകാനായിട്ട് പോകുന്നത്. അതാ ഈ വചനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം നമ്മൾ ഓർത്തേക്കണം, നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ വചനം ശ്രവിച്ചു കഴിഞ്ഞ് ഈശോയെ സ്വീകരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 3 അധ്യായം 13 വചനത്തിൽ നമ്മൾ പ്രകാരം കാണുന്നുണ്ട്. കർത്താവിൻ്റെ പേടകം വഹിച്ചിരുന്നവരുടെ ഉള്ളങ്കാൽ ജലത്തിൽ സ്പർശിച്ചു. അത് കഴിഞ്ഞിട്ട് കാണുന്നതാണ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന ജോർദാൻ്റെ ഒഴുക്ക് നിലച്ചെന്ന്. അതിങ്ങനെയാണ്. അതായത് ജോഷുവയുടെ നേതൃത്വത്തിൽ ഈ ജോർദാൻ നദി കടന്ന് ഇസ്രായേൽ ജനം പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതൊരു വർഷകാലമാണ്. അപ്പോൾ ഈ വർഷകാലത്തിൽ ഈ ജോർദാൻ നദി ഇങ്ങനെ കര കവിഞ്ഞൊഴുകുകയാണ്. പക്ഷേ ഈ കര കവിഞ്ഞൊഴുകുമ്പോഴത്തേനും ഇവർക്ക് ഈ നദി കടന്ന് അപ്പുറത്തോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ അവർ ചെയ്യുന്നൊരു കാര്യം എന്നാണെന്നറിയാവോ? കർത്താവിൻ്റെ പേടകം വഹിച്ചിരുന്നവരുടെ ഉള്ളങ്കാല് ജലത്തിൽ സ്പർശിച്ചു. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ഉള്ളങ്കാല് ജലത്തിൽ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ വെള്ളം ഏറ്റവും ആദ്യം പറ്റാൻ പോകുന്ന എവിടെയാണ്? ഉള്ളങ്കാലിൽ. അതായത് കർത്താവിൻ്റെ പേടകം വഹിച്ചിരുന്നവരുടെ ഉള്ളങ്കാല് ആ ജലത്തിൽ സ്പർശിച്ചു. അപ്പം കവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന ജോർദാൻ്റെ ഒഴുക്ക് അവിടെ നിലച്ചു. ഒഴുകി വന്നിരുന്ന ജലം ചിറകെട്ടിയ പോലെ അവിടെ നിന്നു. ഇസ്രായേൽ ജനം ഈ നദി കടന്ന് മറുകരയിലേക്ക് പോയി. ശരിക്കും കർത്താവിൻ്റെ പേടകം വഹിച്ചിരുന്നവരുടെ ഉള്ളങ്കാല് ജലത്തിൽ സ്പർശിച്ചപ്പം ആ നദിയുടെ ഒഴുക്ക് മുഴുവൻ നിലച്ചെങ്കിൽ, നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഈ കർത്താവിൻ്റെ പേടകമല്ല, ഈ കർത്താവിനെ തന്നെ വഹിച്ചുകൊണ്ടാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. ഈ ഒരു വലിയ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ എതിരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒഴുക്കുകൾ എത്ര വലുതാണെങ്കിലും നമുക്കെതിരെ അത് ഒഴുകില്ല. അത് ശരിക്കും നമ്മളൊന്ന് ബോധ്യത്തോടു കൂടി നമ്മളത് വിശ്വസിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യമായിക്കോട്ടെ, അത് രോഗമായിക്കോട്ടെ, കടബാധ്യതയായിക്കോട്ടെ, അസമാധാനമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കുടുംബസമാധാനമില്ലാത്ത കാര്യങ്ങളായിക്കോട്ടെ, ഏത് കാര്യത്തിലും ഈ തമ്പുരാന്, എൻ്റെ ഉള്ളിലുള്ള തമ്പുരാൻ, എൻ്റെ കൂടെയുള്ള തമ്പുരാന് ഇടപെടാനായിട്ട് തുടങ്ങും. ഇത് ശരിക്കും നമ്മളൊന്ന് മനസ്സറിഞ്ഞിട്ട് ഈശോയെ ഒന്ന് സ്വീകരിച്ച് നോക്കിക്കേ, അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നേ. നമ്മളിൽ എത്ര പേര് പുരോഹിതരുണ്ട്? ഹലോ, നമ്മളിൽ എത്ര പേര് പുരോഹിതരുണ്ട്? നമ്മളിൽ എത്ര പേര് പുരോഹിതരുണ്ട്? എല്ലാവരും പുരോഹിതരാ? എല്ലാവരും പുരോഹിതരാന്നുള്ളവരൊന്ന് കൈവക്കാവോ? പുരോഹിതരല്ലേ? ബാക്കിയുള്ളവരാരൊക്കെയാ? ബാക്കിയുള്ളവർ പറയുന്നത് എത്ര പുരോഹിതരുണ്ടെന്നാ നമ്മുടെ ഇടയിൽ? ാണോ കൈവക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങളിൽ പുരോഹിതരായിട്ടുള്ളവർ, രോഗികൾ എന്നല്ല കേട്ടോ പറഞ്ഞ, പുരോഹിതർ എന്നാണ് പറഞ്ഞത്. പുരോഹിതർ, വൈദികർ. പുരോഹിതരായിട്ടുള്ള എത്ര പേരുണ്ട്? ഒരാളോ ഉള്ളോ? 2 പേരുണ്ട്, 3 പേരുണ്ട്, 4 പേരുണ്ട്, 5 പേരുണ്ട്. ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ കൈ താത്തിയിട്ടോ, നമ്മളെല്ലാം പുരോഹിതർ. എപ്പോഴാണ് പുരോഹിതരാകുന്നേ? എപ്പോഴാണ് പുരോഹിതരാകുന്നേ? എപ്പോഴാണ് പുരോഹിതരാകുന്നേ? എൻ്റെ ദൈവമേ, വെരി ഗുഡ്. ഏറ്റവും കുഞ്ഞു പുരോഹിതനാണ് പറഞ്ഞത് കറക്റ്റായിട്ടുള്ള ഉത്തരം. കാരണം കുഞ്ഞു പുരോഹിതൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മളൊക്കെ മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മൾ പുരോഹിതരായിട്ട് മാറുകയാണ്. നമ്മൾ പുരോഹിതരായിട്ട് മാറുമ്പം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവകാശം എന്താ? ശരിക്കും ശുശ്രൂഷ പൗരോഹിത്യത്തിൽ ഏറ്റവും കിട്ടുന്നൊരു അവകാശം എന്താണെന്നറിയാവോ? അത് വേറൊരാളെ ആശീർവദിക്കാൻ പറ്റും.
അതാ ഏറ്റവും വലിയൊരു പൗരോഹിത്യത്തിലൂടെ, ശുശ്രൂഷ പൗരോഹിത്യത്തിലൂടെ കിട്ടുന്ന ഒരു വൈദികനോ ഒരു മെത്രാനോ ഒരു മാർപ്പാപ്പയുമാക്കിയാൽ മാത്രമേ വേറൊരു വ്യക്തിയെ ആശീർവദിക്കാനുള്ള അധികാരമുള്ളൂ. അത് ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷെ നമ്മുടെ രാജകീയ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത എന്താ? രാജകീയ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത എന്താ? അയ്യോ പറഞ്ഞേ, നമ്മുടെ രാജകീയ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത എന്താ? അയ്യോ ഇത് പറയാതെ പോയേക്കല്ലേ. രാജകീയ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത എന്താ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കണം, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ രാജകീയ പൗരോഹിത്യത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അധികാരം എന്നാണെന്നറിയാമോ? നമ്മളെ തന്നെ ആശീർവദിക്കാനുള്ള അധികാരം. അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ ആശീർവദിക്കാനുള്ള അധികാരം എനിക്ക് കിട്ടുന്നത് ഞാൻ മാമോദീസ സ്വീകരിക്കുമ്പോഴാണ്. ഞാൻ മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ ഈശോയുടെ രാജകീയ പൗരോഹിത്യത്തിൽ അംഗങ്ങളാകുക. ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളത് ശരിക്കും നമ്മുടെ ഏറ്റവും വലിയൊരു പരാജയം അതാ. കാരണം പലരും ഇങ്ങനെ സംസാരിക്കും, പറയാറുണ്ട്, അച്ഛാ അവർ കൂടോത്രം ചെയ്തച്ചാ, അയലോക്കംകാരത് ഊട്ടി തന്നച്ചാ, അവരത് ചെയ്തച്ചാ, ഇത് ചെയ്തച്ചാ, അച്ഛനൊന്ന് വന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ശരിക്കും ബോധ്യത്തോടു കൂടി മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്, നമുക്ക് നമ്മളെ തന്നെ ആശീർവദിക്കാനുള്ള ഈ അധികാരം നമ്മളെല്ലാ ദിവസവും ഉപയോഗിച്ചേക്കണം. കാരണം ഞാൻ ഒരു ശുശ്രൂഷ പൗരോഹിത്യത്തിൽ കിട്ടിയ ഒരു വൈദികനാണ്. എങ്കിലും ഞാൻ രാവിലെ ഏറ്റിട്ട് മുട്ടുകുത്തിയിട്ട് ഞാൻ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് ഞാൻ ഈ കുരിശടയാളം വരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ എന്നെ തന്നെ മുദ്ര വയ്ക്കുകയാണ്. ഇത് ഞാൻ ചെയ്യുന്നത് എനിക്ക് ശുശ്രൂഷ പൗരോഹിത്യത്തിൽ കിട്ടിയ അധികാരം ഉപയോഗിച്ചല്ല, എനിക്ക് മാമോദീസായിൽ രാജകീയ പൗരോഹിത്യത്തിൽ കിട്ടിയ ഒരു അധികാരം ഉപയോഗിച്ച. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളെല്ലാ ദിവസവും രാവിലെ ഏറ്റിട്ട് നിങ്ങൾ ഈ കുരിശടയാളം വരച്ചിട്ട് ഏക്കാവുള്ളൂ. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കൂടെ നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ ഈ കുരിശടയാളം വരപ്പിക്കണം. അതെന്നാണെന്നറിയാവോ? നമ്മൾ രാവിലെ ഈ മക്കൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മക്കളുടെ പുറകെ നടക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പം ഈ മക്കളുടെ പുറകെ നടക്കാനായിട്ട് പറ്റില്ല. പക്ഷെ അവരെ കൊണ്ട് നമ്മൾ കുരിശടയാളം വരപ്പിച്ചിട്ട് വിട്ടാലുണ്ടല്ലോ, ഈ കുരിശിൻ്റെ സംരക്ഷണം അവർ പോകുന്ന വഴികളിൽ എല്ലാം അവരുടെ കൂടെ ഉണ്ടാകും. നമ്മൾ ജീവിത പങ്കാളി പോകുന്ന വഴിയിൽ നമുക്ക് നടക്കാനായിട്ട് പറ്റുമോ? ഇല്ല. പക്ഷേ നമ്മൾ ഈ കുരിശടയാളം വരപ്പിച്ചിട്ടാണ് അവരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്നതെങ്കിൽ അവർ പോകുന്ന വഴികളിൽ മുഴുവൻ ഈ ഒരു സംരക്ഷണം അവർക്കുണ്ടാകും. കാരണം ഇത് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാതെ പോയേക്കില്ല. കാരണം എന്താണെന്നറിയോ? നമ്മൾ പല പല കാര്യങ്ങൾ ഓർത്തിട്ട് പേടിച്ചിട്ടിരിക്കുക, അവരത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിരുത്തി ഒരു വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ എന്നുള്ള ഒരു പ്രാർത്ഥനയൊന്ന് വരച്ച് നോക്കിക്കേ. ഞാൻ സാധാരണ രാവിലെ കേൾക്കുമ്പോഴൊരു 3-4 പ്രാവശ്യം വിശുദ്ധ കുരിശിൻ്റെ എന്നുള്ള പ്രാർത്ഥനയിലും ഒന്ന് ഞാൻ ചെല്ലുന്ന ആർക്കാണെന്നറിയാമോ? എൻ്റെ ജീവിതത്തിനുള്ള സംരക്ഷണം. രണ്ടാമത് ഞാൻ ചെല്ലുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഞാൻ അംഗമായിരിക്കുന്ന സഭയുടെ ഉള്ള എല്ലാ വൈദികരുടെയും സംരക്ഷണത്തിന് വേണ്ടി ഞാൻ എന്നിൽ തന്നെ ഒരു കുരിശടയാളം വരയ്ക്കും. മൂന്നാമത് ഞാൻ ചെല്ലുന്ന ഒരു അടയാളം എന്താണെന്നറിയാമോ? ഞാൻ ആരെയൊക്കെ ഇന്ന് കാണുന്നോ അവരെയൊക്കെ കുരിശിൻ്റെ അടയാളത്താൽ മുദ്ര ചെയ്ത് ഞാൻ മനസ്സിൽ കണ്ടിട്ട് ഞാനൊരു വിശുദ്ധ കുരിശിൻ്റെ എന്നുള്ള ഒരു പ്രാർത്ഥന വയ്ക്കും. നമ്മൾ ഈ 3 കാര്യം ചെയ്തിട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, ഞാനിന്ന് കാണാൻ പോകുന്ന വ്യക്തികളെയൊക്കെ ഞാൻ രാവിലെ ഏറ്റ് ആശീർവദിച്ചു. കാരണം ഇന്ന് നിങ്ങളെ ഞാൻ ഇപ്പോഴാണ് കണ്ടുമുട്ടിയതെങ്കിൽ ഞാൻ രാവിലെ ഏറ്റപ്പം തന്നെ നിങ്ങൾക്കൊരു ആശീർവാദം തന്നിട്ടാണ് പോകുന്നത്. കാരണം അത് ഞാൻ തന്നത് എൻ്റെ രാജകീയ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ചാണ്. ഞാൻ എന്നെ തന്നെ ആശീർവദിച്ചു. നിങ്ങളുടെ മക്കൾ ഇവിടെയില്ല, നിങ്ങളുടെ ജീവിത പങ്കാളി അകലെയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾ അകലെയാണ്, സഹോദരങ്ങൾ അവരെയാണ്. അവർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിലുണ്ടല്ലോ, അവരുടെ ജീവിതത്തെ അവരുടെ മനസ്സിൽ കണ്ട്, അവരുടെ കുടുംബത്തെ മനസ്സിൽ കണ്ട് നിങ്ങളിൽ തന്നെ ഒരു വിശുദ്ധ കുരിശിൻ്റെ എന്നുള്ളൊരു അടയാളം വരച്ച് നോക്കിക്കേ. ഇത് നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും വലിയൊരു സംരക്ഷണമായിരിക്കും. പലപ്പോഴും നമ്മളിത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ എല്ലാ ദിവസവും ഒരു പക്ഷേ കുടുംബ പ്രാർത്ഥന ചെല്ലുന്നവരാണോ? എന്നേലും മുടങ്ങാറുണ്ടോ? ഒരിക്കലും മുടങ്ങാറില്ല. വെരി ഗുഡ്. സാറിന് കുഞ്ഞു പിള്ളേരെ ഫ്രണ്ട് വരുമ്പോൾ അവർ സത്യമേ പറയുള്ളൂ സാറിന്. അപ്പം പിള്ളേരെന്തെങ്കിലും ഉണ്ടെങ്കിലും കാരണന്മാരിങ്ങനെ ചങ്കത്ത് കൈവച്ചേ സാറിന് ഇരിക്കാറുള്ളൂ. അപ്പം മുടങ്ങാറില്ലെന്നാണ് പറഞ്ഞ സന്തോഷം. ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ ഒരിക്കലും മുടക്കിയേക്കല്ല്. കാരണം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ഇതിന് മുമ്പുണ്ടായിരുന്ന സ്ഥലത്ത് ആനകളുടെ ഒത്തിരി ശല്യമുണ്ട്. ആനകൾ ഇപ്പോൾ കാടിനോട് ചേർന്ന ഒരു സ്ഥലമാണ്. ഒത്തിരി ആനകൾ അപ്പുറത്ത് കാണാം. അപ്പോൾ രാത്രിയാകുമ്പം, അപ്പോൾ ഞാനൊരു സെമിനാരി ആയിരുന്നു. അപ്പോൾ ഞാൻ പിള്ളേരൊക്കെ വെക്കേഷന് പോകുമ്പോൾ ചില ദിവസം ഞാനിങ്ങനെ നോക്കും. അപ്പം അപ്പുറത്തെ തോട്ടത്തിൽ ഇങ്ങനെ ആനകൾ, നമ്മൾ പശുക്കൾ നിൽക്കുന്നതെന്ന് പറഞ്ഞ പോലെ അപ്പുറത്ത് ഈ ആനകൾ നിൽക്കുന്നത് കാണാം ടോർച്ചടിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ ചോദിക്കും, ഞാൻ എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഒന്നേ ഗുണ്ടെടുത്ത് പൊട്ടിക്കുക, അല്ലെങ്കിൽ മറ്റേ ഈ പിള്ളേരൊക്കെ ഊതുന്ന കൂട്ട് വലിയൊരു സാധനം കണ്ടിട്ടുണ്ട്, ഒരു ഊതുന്നത്. അത് ഞാനിങ്ങനെ പോയിട്ട് ഊതി കഴിഞ്ഞാൽ ചിലപ്പോൾ ആന പോകുമെന്നാണ് പറയുന്നത്. അപ്പം
പാലക്കാട് ഏരിയ, അവിടെ കൂസാണ്ടി എന്ന് പറയുന്ന ഒരു ആനയുണ്ട്. ഈ ആനയുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഈ ആന സാധാരണ ആനകൾക്ക് വെളിച്ചത്തെയും പടക്കത്തെയും ഒക്കെ പേടിയാണ്. ഇപ്പോൾ ഈ കൂസാണ്ടി ആണെങ്കിൽ, ഈ കൂസാണ്ടി എന്ന് പേര് വരാനുള്ള കാരണം ഇതൊന്നിനെയും കൂസിയേൽ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിനെയും മൈൻഡ് ചെയ്യേല. അപ്പോൾ ഈ പടക്കം നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ കൂസാണ്ടിയാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഇവൻ നമ്മളെ ആക്രമിക്കാനായിട്ട് നമ്മുടെ എതിരെ വരും. അപ്പം ഇങ്ങനത്തെ ഒരു ആനയുള്ള കാരണം പടക്കമൊന്നും പൊട്ടിക്കണ്ട, അച്ഛനകത്ത് കയറി കഥ കടച്ചിട്ട് കിടന്നോളാൻ പറയും. അപ്പോൾ ഞാൻ ചില ദിവസമൊക്കെ ഒത്തിരി ആന ശല്യമാണ്. അപ്പോൾ ഞാൻ ചില ദിവസം ഞാൻ പള്ളിയും എൻ്റെ മുറിയും തമ്മിലൊരു 10-20 അടി വ്യത്യാസമേ ഉള്ളൂ. ഞാൻ കുറേ ദിവസം ഞാൻ പള്ളിയിലാണ് കിടന്നിറങ്ങിയേക്കുന്നത്. കാരണം ഈ ആനകളകത്തുണ്ടോ എന്നുള്ള പേടി കാരണം. അത് ശരിക്കും ഞങ്ങളുടെ കോമ്പൗണ്ട് ചുറ്റുമുണ്ടല്ലോ, ഈ ആനകൾ കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കറണ്ട് കമ്പി ഇട്ടിട്ടുണ്ട്, ഇലക്ട്രിക് ഫെൻസിങ്. അപ്പോൾ ഞാൻ പിള്ളേരൊക്കെ വെക്കേഷന് പോയ സമയമാണെങ്കിൽ ഞാനൊരു പണിക്കാരൊക്കെ പുറത്ത് പോകുമ്പോൾ തന്നെ ഒരു 5 മണി 6 മണിയാകുമ്പം ഞാൻ ഈ കറണ്ട് കമ്പി എല്ലാം ഇടും. കാരണം നമ്മൾ ഗേറ്റ് വരുന്ന വഴിക്ക് അവിടെയും കറണ്ട് കമ്പി ഇട്ട് അടച്ചു വെക്കും. മൊത്തം അടച്ചു വെച്ചിട്ട് അതിൻ്റെ അകത്തിരിക്കുന്നത്. സാധാരണ അങ്ങോട്ട് ഒരിക്കലും ഈ ആന കയറി ആക്രമിക്കാറില്ലായിരുന്നു. കാരണം നല്ല ഫെൻസിങ്, അതായത് ഒരെണ്ണം ചുറ്റും ഇട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞ് വേറൊരു ഇലക്ട്രിക് കമ്പി ഇട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞ് വേറൊരെണ്ണം ഇങ്ങനെ പൊക്കി താഴോട്ട് ഇട്ടിട്ടുണ്ട്. എങ്ങനെ വന്നാലും ഈ ആന ഒരെണ്ണം മരവിട്ട് പിടിച്ച് കളഞ്ഞാൽ രണ്ടാമത്തെ കറണ്ട് കമ്പിയിൽ നിന്ന് അടിയേക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ പൊട്ടിച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തേന്ന് അടിയേക്കണം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഒരു ദിവസം ഉണ്ടല്ലോ, ഈ ആനകൾ കയറിയിട്ട് ഒരു ദിവസം രാത്രിയിൽ ആനകൾ കയറിയിട്ട് അത് നല്ലൊരു മാവും തോട്ടമായിരുന്നു. ഈ മാവും തോട്ടം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. കുറേ ആനകൾ കയറിയിട്ട് ഉള്ള മാങ്ങ എല്ലാം തിന്നു, മാവ് മുഴുവൻ ഒടിച്ച് കളഞ്ഞു. എന്നിട്ട് ഈ ആനകൾ അവിടുന്ന് പോയി. പക്ഷേ പിറ്റേ ദിവസം ഞങ്ങൾ അന്വേഷിച്ച് എന്തുകൊണ്ടാണ് ആന അന്ന് കയറിയത്, ഈ ലൈനെല്ലാം പൊട്ടിച്ചത്. അന്ന് ഒരു കാര്യം മനസ്സിലായി. തലേ ദിവസം ഒരു പുള്ളി ഇങ്ങനെ ഒരു പണിക്കാരൻ വന്നായിരുന്നു. പണിക്കാരൻ വന്നിട്ട് ഈ ലൈനിൻ്റെ റിപ്പയറിങ് പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് പുള്ളി ഒരു പരിപാടി കാണിച്ചു. പുള്ളി ഈ ലൈൻ ഓഫാക്കിയിട്ട് ഈ റിപ്പയറിങ് പരിപാടി ചെയ്തു. എന്നിട്ട് പോകുന്ന സമയത്ത് ഇത് ഓണാക്കാനായിട്ട് മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ 364 ദിവസവും ഈ ലൈന് ഇതിന് ചുറ്റും കറണ്ട് പാസ് ചെയ്തപ്പം ഈ ആനകളൊന്നും ഈ തോട്ടത്തിലേക്ക് കയറിയില്ല. കാരണം അവരൊക്കെ പുറത്തു നിന്ന് ഈ തോട്ടത്തെ നോക്കി, പക്ഷേ ഈ തോട്ടത്തിലേക്ക് കയറാനായിട്ട് അവർക്ക് പറ്റിയില്ല. ഒരു ദിവസം ഈ കറണ്ട് ഓഫാക്കിയിട്ട് കഴിഞ്ഞപ്പം ഈ ആനകൾ ഈ തോട്ടത്തിൽ കയറി തോട്ടം നശിപ്പിച്ചിട്ട് പോയി. ശരിക്കും നമ്മുടെ കുടുംബ പ്രാർത്ഥന എന്താണെന്നറിയാവോ? നമ്മൾ ജീവിതത്തിന് ചുറ്റും, നമ്മുടെ കുടുംബത്തിന് ചുറ്റും, നമ്മുടെ മക്കൾക്ക് ചുറ്റും നമ്മൾ കെട്ടുന്ന ഒരു തിരുരക്ത സംരക്ഷണ കോട്ടയാണ്. ഇത് ഒന്നാമത്തെ ഒരു ലൈനാണെങ്കിൽ രണ്ടാമത് നമ്മൾ കെട്ടുന്ന ഫെൻസിങ് ആണ് നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകൾ. കാരണം ഞാൻ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് ഈശോയെ മനസ്സിലേക്ക് സ്വീകരിക്കുന്ന സമയത്ത്, നാവിലേക്ക് സ്വീകരിക്കുന്ന സമയത്ത് തമ്പുരാനോട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറയണം, കർത്താവേ, ഇതെൻ്റെ ജീവിതത്തിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും ചുറ്റുമുള്ള ഒരു തിരുരക്ത സംരക്ഷണ കോട്ടയായിരിക്കണമേ എന്ന് നമ്മളൊന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു നോക്കിക്കേ. അത് അവർ എവിടെയാണെങ്കിലും അവരുടെ ചുറ്റുമുള്ള ഒരു തിരുരക്ത സംരക്ഷണ കോട്ടയായിട്ട് ഇത് നിലനിൽക്കും. കാരണം ശരിക്കും നമ്മളിത് ബോധ്യത്തോടു കൂടി വേണം ചെയ്യാനായിട്ട്. കാരണം നമ്മൾ സ്വീകരിക്കുന്ന കൂതാശകളാകാം, അല്ലെങ്കിൽ കുമ്പസാരങ്ങളാകാം, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിന് ചുറ്റും നമ്മളിങ്ങനെ ഒരു ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാക്കി വെക്കുന്ന പോലെ ഒരു ഫെൻസിങ് ഉണ്ടാക്കി വെക്കുകയാണ്. കാരണം ഇത് ഇന്നും ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യണം. കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ ഒരിക്കലും അതിന് മുടക്കം വീഴ്ത്താനായിട്ട് പാടില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ മുഴുവൻ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോയതായിരുന്നു, ധ്യാനം കൂടിയതായിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പം കുടുംബ പ്രാർത്ഥന മുടക്കാനായിട്ട് പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം ഞാൻ അന്ന് എത്രമാത്രം കൊന്ത ചൊല്ലി എന്ന് പറഞ്ഞാലോ, എത്രമാത്രം ആരാധന നടത്തിയെന്ന് പറഞ്ഞാലോ, എത്രമാത്രം വചനം കേട്ടെന്ന് പറഞ്ഞാലോ, ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും എൻ്റെ കുടുംബ പ്രാർത്ഥന അതിൻ്റെ പേരിൽ മുടക്കാനായിട്ട് പാടില്ല. കാരണം നമ്മൾ ഒരുമിച്ച് കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട്, വലിയൊരു സംരക്ഷണമായിട്ട് നമ്മുടെ ജീവിതത്തിന് ചുറ്റും വരികയാണ്. ഈ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ ഈ തിരുരക്ത സംരക്ഷണ കോട്ട കെട്ടി നമ്മളെ തന്നെ സംരക്ഷിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു തിന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കില്ലെന്നേ. ഇത് ശരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. കാരണം ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകാനായിട്ട്. കാരണം നമുക്ക് കിട്ടിയ അവകാശത്തെ നമ്മളൊന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി. ആദ്യത്തെ ഏതായിരുന്നു? വിശ്വാസം. രണ്ടാമത്തെ ഏതായിരുന്നു? പ്രത്യാശ, ശരണം. മൂന്നാമത്തെ ഏതാ? സ്നേഹം. വെരി ഗുഡ്. സ്നേഹം ഉണ്ടോടാ? ആരോടൊക്കെ സ്നേഹമുണ്ട്? ഈശോയ്ക്ക് സ്നേഹമുണ്ട്. ശരിക്കും ഈശോയോട് നമുക്ക് സ്നേഹമുണ്ടോ? ഉണ്ട്. പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ, കാരണന്മാരൊന്നും പറയുന്നില്ലല്ലോ. ഈശോയോട് സ്നേഹമുണ്ടോ? ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വചനത്തിൽ നമ്മൾ എന്നാ കാണുന്നത്? നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ നിൻ്റെ ദൈവത്തെ സ്നേഹിക്കണം. സ്നേഹിക്കാറുണ്ടോ നീ? സ്നേഹിക്കാറുണ്ടോ നീ? വെരി ഗുഡ്. സ്നേഹിക്കാറുണ്ടോ?
സ്നേഹിക്കാറുണ്ടെന്ന് ഇവർ പറയുന്നു. കാരണം കാരണന്മാരൊന്നും മിണ്ടാതിരിക്കുക, മക്കൾ സ്നേഹിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ശരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയാമോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ ഈശോയെ അധികം സ്നേഹിക്കാറില്ല എന്നെനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഈശോയെ സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായി ഞാൻ ഈശോയെ അത്രമാത്രം സ്നേഹിക്കാറില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ മെയ് 22-ാം തീയതിയാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. അപ്പം അമ്മ മരിക്കുമ്പം അമ്മ ഒന്ന് വീണിട്ട് ഈ കാലിൻ്റെ അകത്തൊരു റോഡ് ഇട്ടായിരുന്നു. റോഡിൻ്റെ അകത്ത് നിന്ന് ഇൻഫെക്ഷനായിട്ട് ഈ മുറിവെല്ലാം ഹീലായിരുന്നു. പക്ഷേ പ്ലേറ്റ്ലെറ്റ് ഇങ്ങനെ കുറഞ്ഞു പോവുക. ഇപ്പം പ്ലേറ്റ്ലെറ്റ് ഇങ്ങനെ കുറഞ്ഞു പോയി. അങ്ങനെ രാജഗിരിയിലായിരുന്നു എല്ലാം ചെയ്തത്. പക്ഷേ അവിടെ തന്നെ കിടന്നു. കുറേ ദിവസം കഴിഞ്ഞിട്ട് പിന്നെ രക്ഷയില്ലാന്ന് തോന്നി, വെന്റിലേറ്ററിലിട്ടു. ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞു, മെയ് 21-ാം തീയതി പറഞ്ഞു. അപ്പം പെങ്ങന്മാരും അനിയനും എല്ലാവരും വന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഡോക്ടേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, വെന്റിലേറ്ററിലാണ് കിടക്കുന്നത്, നാളത്തെ ദിവസത്തിൽ കൂടുതൽ അമ്മ ഈ ലോകത്ത് നിങ്ങളോടൊപ്പം കാണില്ല. അപ്പം എല്ലാവരും പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ഡോക്ടേഴ്സ് വിളിച്ച്, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് റൂം എന്ന് പറഞ്ഞ റൂമിലിരുത്തി ഞങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നാളെയും കൂടെ അമ്മ നിങ്ങളുടെ കൂട്ടത്തിൽ കാണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു കാര്യം ഓർത്തു, ഞാൻ വീട്ടിലെ മൂത്ത മകനാണ്, ഒരച്ഛനാണ്. അപ്പം പെങ്ങന്മാരെയും വീട്ടിലുള്ളവരെയും എല്ലാം, അപ്പം ഒരു പെങ്ങൾ പ്രഗ്നൻ്റ് കൂടിയാണ്. അപ്പം എല്ലാവരെയും ശക്തിപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ധൈര്യം കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പം ഞാൻ മനസ്സിൽ തീരുമാനിച്ചു, ഞാൻ ഇത്രയും ഒരു അച്ഛനല്ലേ, കാരണം ഇത്രയും മരിച്ചടക്ക് നടത്തുന്നുണ്ട്, ഒത്തിരി പേരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്, വേദനകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവരെ ശക്തിപ്പെടുത്താൻ പറ്റും. ഇത് ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു. പക്ഷേ ഞാനിങ്ങനെ മനസ്സിൽ തീരുമാനിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. അതായത് ഞാൻ രാവിലെ കുർബാന അർപ്പിക്കാനായിട്ട് പോകുക. അതായത് 3-ാമത്തെ നിലയിൽ ICU, 4-ാമത്തെ നിലയിൽ ഒരു പ്രൈവറ്റ് ചാപ്പലുണ്ട്, അവിടെ പോയി കുർബാന അർപ്പിക്കുക. കുർബാന അർപ്പിക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് ഞാനിന്ന് ഒത്തിരി സന്തോഷത്തോടു കൂടി നിന്ന് കുർബാന അർപ്പിക്കും. കാരണം എൻ്റെ പപ്പായെയും എൻ്റെ സഹോദരങ്ങളെയൊക്കെ ധൈര്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പം ഞാൻ അവിടെ പോയി കുർബാന അർപ്പിക്കാനായിട്ട് പോയി. ഞാൻ നല്ലൊരു ഇൻട്രഡക്ഷനൊക്കെ പറഞ്ഞു, ഇത്രയും നാളും ഒരമ്മയെ തന്നതിന് തമ്പുരാന് നന്ദി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ ബലി നമുക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടെ തമ്പുരാന് നന്ദി പറഞ്ഞർപ്പിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തുടങ്ങി അന്നാപസഹ കുഴപ്പമില്ലാതെ പോയി. സങ്കീർത്തനം, സ്വർഗസ്നായ പിതാവേ, സങ്കീർത്തനമൊക്കെ കുഴപ്പമില്ലാതെ പോയി. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത പ്രാർത്ഥന നോക്കുമ്പോഴത്തേനും എനിക്ക് ഈ പ്രാർത്ഥന ചെല്ലാനായിട്ട് പറ്റുന്നില്ല. ഞാൻ എത്ര നോക്കിയിട്ടും എനിക്ക് ഈ പ്രാർത്ഥന ചെല്ലാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ സ്വരം ഇങ്ങനെ ഇടറാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ച് ചിന്തിച്ചു, എനിക്ക് വിഷമം വന്നാൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരെല്ലാം തളർന്നു പോകും. അപ്പം ഞാൻ തളരാനായിട്ട് പാടില്ല. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഈ പ്രാർത്ഥന ചെല്ലാനായിട്ട് നോക്കി. അപ്പം ഞാൻ ആ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മുഴുവിക്കാൻ പറ്റാതെ സ്വരം ഇടറി ഞാൻ കരയാനായിട്ട് പോയി. ഞാൻ പതിയെ ഫ്രണ്ടിൽ നിന്ന എൻ്റെ പപ്പാടെയും പെങ്ങന്മാരുടെയൊക്കെ മുഖത്തേക്ക് ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം ഞാൻ കാണുന്നത് അവരെല്ലാം അവിടെ നിന്ന് കരയുന്നതാണ്. എനിക്ക് കുർബാന അർപ്പിച്ച് ഒത്തിരി വിഷമത്തോടുകൂടി കരച്ചിലോടുകൂടി ഞാൻ ഈ കുർബാന അർപ്പിച്ചത്. പക്ഷേ കുർബാന അർപ്പിച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ചാപ്പലിലിരുന്നപ്പം എനിക്ക് ഒത്തിരി വിഷമം തോന്നി. ഞാൻ ആ കുർബാനയ്ക്ക് കരഞ്ഞു പോയല്ലോ എന്നോർത്തിട്ടല്ല, ഇത്രയും ദിവസം ഞാൻ അർപ്പിച്ച കുർബാനയ്ക്ക് എനിക്ക് കരയാൻ പറ്റിയില്ലല്ലോ എന്നോർത്തിട്ടാണ്. അന്നത്തെ കുർബാനയ്ക്ക് ഞാൻ കരയാനുള്ള കാരണം എന്നാ? ഒരുപക്ഷെ ഇതിനേക്കാളും അസുഖമായിട്ട് കിടന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ കുർബാന അർപ്പിച്ചിട്ടുണ്ട്. പ്രായമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കുർബാന അർപ്പിച്ചിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് കരച്ചിൽ വന്നിട്ടില്ല. പക്ഷെ അന്നത്തെ ദിവസം മാത്രം എനിക്ക് കരച്ചിൽ വരാനുള്ള കാരണം എന്നാ? അവിടെ മരിക്കാൻ കിടക്കുന്നത് അമ്മയായത് കാരണമല്ല, എൻ്റെ അമ്മയായത് കാരണമാണ്. കാരണം ഞാൻ വേറെ ആരുടെയും അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു, അല്ല നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു കുർബാന അർപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് കരയാനായിട്ട് ഇടവരില്ലായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് കണ്ണിലൂടെ കരച്ചിൽ വരാനുള്ള കാരണം അവിടെ മരിക്കാനായിട്ട് കിടക്കുന്നത് എൻ്റെ അമ്മയായത് കാരണമാണ്. ഞാനിങ്ങനെയൊക്കെ ചിന്തിച്ചു. ഒത്തിരി വിശുദ്ധ പാദ്രിയോപ്പിയോയെ പോലെയുള്ള വിശുദ്ധരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അവർ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഒത്തിരി നേരം അവരിങ്ങനെ നിന്ന് ഏങ്ങലടിച്ച് വിങ്ങിപ്പൊട്ടിക്ക് കരയാറുണ്ട്. കാരണം എന്നാണെന്നറിയാവോ? അവിടെ മുറിയപ്പെടുന്നത്, അവിടെ എനിക്ക് വേണ്ടി പീഡ അനുഭവിക്കുന്നത്, അവിടെ എനിക്ക് വേണ്ടി മരിക്കുന്നത്, അവിടെ എനിക്ക് വേണ്ടി ഉയർക്കുന്നത്, അവിടെ എന്നിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നത് എൻ്റെ ഈശോ ആയത് കാരണമാണ്. കാരണം ഇത് എൻ്റെ ഈശോയാണെങ്കിലുണ്ടല്ലോ ഒരു കുർബാന പോലും നമുക്ക് വിഷമം കൂടാതെ കണ്ണീര് കൂടാതെ നമുക്ക് അർപ്പിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ അന്ന് വരെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ എനിക്ക് മനസ്സിലായി എനിക്ക് തമ്പുരാനോട് പലപ്പോഴും സ്നേഹമില്ലാതെ പോയെന്ന്. നമ്മളൊക്കെ ഒരിക്കൽ ഒരു കൊച്ചുകുട്ടിയുടെ കാര്യം കേട്ടിട്ടുണ്ട്. അതായത് ഒരു കൊച്ചുകുട്ടി അവളുടെ പപ്പായുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പപ്പായെ കിടന്നുറങ്ങേണ്ട സമയമായപ്പോൾ ഓടി ചെന്നിട്ട് പറഞ്ഞു, പപ്പായ എനിക്കൊരു കഥ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഇവള് ചെന്ന് അടുത്ത് കയറി. അപ്പം പപ്പ എന്നെ കാണിച്ചെന്നറിയാവോ, ഇവളെ പതിയെ എടുത്ത് മടിയിലിരുത്തി ഒരു കഥ പറഞ്ഞ് അവളെ കിട്ടുന്നത് ഉറക്കി. രണ്ടാമത്തെ ദിവസമായപ്പോൾ എന്ത് ചെയ്തതെന്നറിയാവോ, രണ്ടാമത്തെ ദിവസമുള്ളായപ്പം ഓടി വീണ്ടും പപ്പായുടെ അടുത്തേക്ക് ചെന്നു. പപ്പ എനിക്കൊരു കഥ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഈ പാപം പപ്പായ്ക്ക് ഒരു കുഴപ്പമുണ്ട്, ഈ പപ്പായ്ക്ക് ആകെപ്പാട് ഒരു കഥ മാത്രം അറിയത്തുള്ളൂ. രണ്ടാമത്തെ ദിവസവും കൊച്ചിനെ മടിയിലിരുത്തി കഥ പറഞ്ഞുറക്കി. മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്തെന്നറിയാവും, മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേനും ഇവൾ ഓടി അടുത്ത് വന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. അപ്പം എല്ലാ ദിവസവും ഈ അപ്പൻ സെയിം കഥ തന്നെ പറഞ്ഞ് ഈ കുഞ്ഞിനെ ഉറക്കും. അപ്പം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഈ അപ്പന് തോന്നി, എന്തിനാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, കാരണം എല്ലാ ദിവസവും എൻ്റെ അടുത്ത് വരണം, ഞാൻ വീണ്ടും ആ കഥ പറയണം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ കഥ മനോഹരമായിട്ട് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ഈ കൊച്ചു കിടക്കുന്ന റൂമിൽ AC ഒക്കെ ഇട്ട് കൊടുത്ത് കൊച്ചിനെ ബെഡേ കൊണ്ടേ കിടത്തിയിട്ട് എല്ലാ ദിവസവും അപ്പം പറയാറുള്ള കഥ അവിടെ ആ റൂമിൽ പ്ലേ ചെയ്തു. ഈ കഥ കേട്ടിട്ട് കൊച്ചു ഉറങ്ങുന്നതിന് പകരം കൊച്ചു ഒത്തിരി ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അവൾ അവിടെ കിടന്ന സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയാനായിട്ട് തുടങ്ങി. എന്നിട്ട് ഈ അപ്പൻ തിരിച്ച് ആ റൂമിലേക്ക് വന്നിട്ട് ഇവളോട് ഒത്തിരി ചൂടായി. മോളെ, നീ എന്തായി കാണിക്കുന്നത്? എല്ലാ ദിവസവും നീ കേട്ടുറങ്ങാറുള്ള കഥ തന്നെയല്ലേ നീ അതിലൂടെ കേട്ടത്, എൻ്റെ സ്വരം തന്നെയല്ലേ നീ അതിലൂടെ കേട്ടത്, പിന്നെ നീ എന്തിനാ ഈ ഒച്ചപ്പാടുണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഒത്തിരി വഴക്ക് പറഞ്ഞു. ഇവൾ ഈ വഴക്കൊക്കെ കേട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പം പുറത്തോട്ടിറങ്ങി. എന്നിട്ട് അവൾ പപ്പായുടെ അടുത്ത് ചെന്നിട്ട് പപ്പ ഇങ്ങനെ തോണ്ടിയിട്ട് പറഞ്ഞു, പപ്പ സോറി പപ്പ സോറി പപ്പ എന്നോട് ക്ഷമിക്കും പപ്പ. എന്നിട്ട് ഇവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പപ്പ എല്ലാ ദിവസവും പപ്പ പറയാറുള്ള കഥ തന്നെയാണ് ഞാൻ അതിലൂടെ കേട്ടത്, പപ്പയുടെ സ്വരം തന്നെയാണ് ഞാൻ കേട്ടത്. പക്ഷേ എനിക്ക് പപ്പയുടെ മടിയിലിരിക്കാൻ പറ്റിയില്ല, പപ്പയുടെ നെഞ്ചിൻ്റെ ചൂട് അനുഭവിക്കാനായിട്ട് പറ്റിയില്ല, എനിക്ക് അങ്ങനെ ഉറങ്ങാനായിട്ട് പറ്റിയില്ല. നമ്മുടെയൊക്കെ കുർബാന അർപ്പണം ഉണ്ടല്ലോ, ഈ തമ്പുരാനെ പൂർണ്ണമായിട്ട് സ്നേഹിച്ച് ആ തമ്പുരാനിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു ബലിയർപ്പണമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്നേഹം വരുള്ളൂ. കാരണം പലപ്പോഴും നമ്മൾ ഈ ലൂക്കായുടെ സുവിശേഷം 10:27 കാണുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ടല്ലോ, ഹലോ, നിന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കണം. സ്നേഹിക്കാറുണ്ടോ ഒന്നേ? ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റുമോ ഒന്നേ? നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ്റെ അടുത്ത് പോയി. മലബാറിലുള്ളൊരു പള്ളിയാണേ. അപ്പം പള്ളിയിൽ എൻ്റെ സ്നേഹിതൻ അച്ഛനാണ്. അപ്പം ഞാൻ അച്ഛനെ കാണാനായിട്ട് പോയി. അപ്പം വൈകിട്ടായപ്പം അച്ഛൻ ഇങ്ങനെ കുടുംബ കൂട്ടായ്മയ്ക്ക് യൂണിറ്റ് പ്രയറിനായിട്ട് അച്ഛൻ പോയി. അപ്പം ഞാനിങ്ങനെ പള്ളിയുടെ വരാന്തയിലിരിക്കുക. അപ്പോൾ ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലുള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേനും ഒരു ചേച്ചി താഴെ നിന്ന് മുകളിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പം ചേച്ചി ഇങ്ങനെ കയറി വരുന്നു. അപ്പം ഞാൻ തന്നെ ആ വരാന്തയിൽ ഇരിക്കുക. ഞാൻ ഓർത്തിനി വികാരിസിനെ കാണാനായിട്ടാണ് ചേച്ചി വരുന്നതെങ്കിൽ ഞാൻ ചേച്ചിയോട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു, വികാരിസിനെ കാണാനാണ് വരുന്നതെങ്കിൽ വികാരിസിന് ഇവിടെ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ചേച്ചി എന്നോട് ചോദിച്ചു, പക്ഷേ ഇത് ഗീവർഗീസ് പുണ്യാളിൻ്റെ പള്ളിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ ചേച്ചി, ഇത് ഗീവർഗീസ് പുണ്യാളിൻ്റെ പള്ളിയാണ്. ചേച്ചി എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പം ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ എനിക്കൊരു കുർബാന ചെല്ലിപ്പിക്കാനായിട്ട് വന്നോ. ഞാൻ ചോദിച്ചു, വികാരിസിനെ കാണണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കൂടി എടുക്കും അച്ഛൻ വരാനായിട്ട്. അല്ല അച്ഛാ, എനിക്ക് വികാരിസിനെ കാണണമെന്നില്ല, അച്ഛൻ വരുമ്പോഴത്തേനും ഈ കുർബാന ചെല്ലിക്കാനുള്ള പൈസ വികാരിസിനെ ഏൽപ്പിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് വായു, ഞാൻ എഴുതി വെച്ചോളാം, ചേച്ചി എൻ്റെ തന്നാൽ മതി എന്ന് പറഞ്ഞു. ആ ചേച്ചി അവിടെ വന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ചേച്ചി എന്ത് കുർബാനയാണ് അർപ്പിക്കേണ്ടത്? സാധാരണ നമുക്കറിയാമല്ലോ, ഒറ്റ കുർബാനയുണ്ട്, പാട്ട് കുർബാനയുണ്ട്, മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയുണ്ട്, കൃതജ്ഞതാ കുർബാനയുണ്ട്. ചേച്ചി പറഞ്ഞു, അച്ഛാ ഒരു 500 രൂപയുടെ കുർബാന ചെല്ലാവുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി 500 രൂപയുടെ കുർബാന എന്ന് പറഞ്ഞൊരു കുർബാനയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻറ്റൻഷന് വേണ്ടിയിട്ട്, അല്ല അച്ഛാ ഗീവർഗീസ് പുണ്യാളിന് വേണ്ടി 500 രൂപയുടെ ഒരു കുർബാന ചൊല്ലിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എത്ര ചോദിച്ചിട്ട് ഈ ചേച്ചി എന്നോട് ഇൻറ്റൻഷൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്ത് ഇൻറ്റൻഷന് വേണ്ടിയാണ് ഞാൻ കുർബാന അർപ്പിക്കേണ്ടത്? ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുക. അപ്പോൾ ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് എന്നിട്ട് വീണ്ടും ചോദിച്ചു, ചേച്ചി എന്തിനു വേണ്ടി കുർബാന അർപ്പിക്കേണ്ടത്? ചേച്ചി ഇങ്ങനെ പതിയെ സ്വരത്തിൽ എന്നോട് പറഞ്ഞു, അച്ഛാ അമ്മ മരിക്കാനായിട്ടൊരു കുർബാന അർപ്പിക്കണം. ഞാൻ പലതരം ഇൻറ്റൻഷൻ അതിന് മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഇൻറ്റൻഷൻ ആദ്യമായിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ നേർച്ചക്കടമൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ വീടാതെ കിടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുർബാന അർപ്പിച്ച് കഴിഞ്ഞാൽ ആ നേർച്ചക്കടം വീട്ടിൽ കിട്ടും, ആൾ പെട്ടെന്ന് മരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇത് അമ്മയാണോ അമ്മായിമ്മയാണോ? അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, അമ്മ അച്ഛാ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മ ഇങ്ങനെ അസുഖമായിട്ടും എല്ലാം കിടക്കുവാണോ, എന്തിനാണ് കുർബാന അർപ്പിക്കുന്നത്? അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ അമ്മയ്ക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, ഞങ്ങൾ 4 പെൺമക്കളാണ് ഉള്ളത്. അമ്മ ഓരോരുത്തരുടെ വീട്ടിലിങ്ങനെ മാറി മാറി പോകും. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മ എൻ്റെ അടുത്താണ് വന്ന് നിൽക്കുന്നത്. ഞാനൊരാളുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു. അപ്പോൾ ആ പുള്ളി എന്നോട് പറഞ്ഞു,
500 രൂപ കൊടുത്ത് ഗീവർഗീസ് പുണ്യാളുടെ പള്ളിയിൽ ചെന്നിട്ട് ഒരു കുർബാന അർപ്പിച്ചു കഴിഞ്ഞാൽ അമ്മ പെട്ടെന്ന് മരിച്ചു പോവും. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഈ ചേച്ചി ഇത് പറയുന്നത് കേട്ടിട്ട്. ചേച്ചി ഈ മേശപ്പുറത്ത് ഈ 500 രൂപയും വെച്ചിട്ട് പതിയെ ആ പള്ളി മുറ്റത്തൂടെ അങ്ങോട്ട് ഇറങ്ങി നടന്നുപോയി. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത ഇതാ. കാരണം ചേച്ചിയുടെ അമ്മയ്ക്ക് 68 വയസ്സായപ്പോഴത്തേനും ഈ ചേച്ചി 500 രൂപ കൊടുത്ത് ഈ ഗീവർഗീസ് പുണ്യാളിന് വേണ്ടി കുർബാന അർപ്പിക്കാനായിട്ട് ചെന്നെങ്കിൽ ഈ ചേച്ചിക്ക് 60 വയസ്സാകാനായിട്ട് ഈ ചേച്ചിയുടെ മക്കൾ കാത്തിരിക്കില്ല. ഇതേ പള്ളി അന്വേഷിച്ച്, ഇതേ ഗീവർഗീസ് പുണ്യാളിനെ അന്വേഷിച്ച്, ഇതേ എൻ്റെ അച്ഛനെ അന്വേഷിച്ച് ആ ചേച്ചിയുടെ മക്കളും വരും. അത് 1000-ഉം 1500 രൂപയായിരിക്കും. നമ്മുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ, ഈ സ്നേഹമില്ലാതെ നമ്മൾ കുർബാന അർപ്പിച്ചിട്ട് നമ്മൾ ഒട്ടും കാര്യമില്ല. പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ഈ ഒരു വലിയ സ്നേഹം വേണം, ഈ ഒരു വലിയ വിശ്വാസം വേണം, ഈ ഒരു വലിയ ശരണപ്പെടൽ വേണം. ഇതാ നമ്മൾ ഓരോ ദിവസത്തേക്ക് വിശുദ്ധ കുർബാനയിൽ നിന്ന് സ്വന്തമാക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ ചുമ്മാ അർപ്പിച്ചിട്ട് പോകാനുള്ളൊരു കാര്യമല്ല, ഇത് ഈശോയെ സ്വന്തമാക്കി അർപ്പിച്ചിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് റാഞ്ചിയിലെ ഒരിടത്തൊരു ധ്യാനം നടക്കും. അപ്പം ധ്യാനത്തിൻ്റെ സമയത്ത് ഞാനിങ്ങനെ അച്ഛൻ്റെ കൂട്ടത്തിൽ പോയി. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചോദിച്ചു, അച്ഛാ വീട് വരെ ഒന്ന് വരാമോ, ഒന്ന് പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ ആരുടെയും പോയി പ്രാർത്ഥിക്കാറില്ല, എന്തെങ്കിലും കാര്യമുണ്ട് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അച്ഛൻ വീട് വരെ ഒന്ന് വരണം, കാരണം ഞങ്ങളുടെ മകൻ അസുഖം വന്ന് വയ്യാത്ത തീർത്ത് കിടക്കുക. അപ്പം വീട്ടിൽ വന്ന് അവനിങ്ങോട്ട് വരാനായിട്ട് പറ്റില്ല, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, വികാരിച്ചനോട് ചോദിച്ചു, ലാസ്റ്റ് ദിവസം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ദിവസം ധ്യാനമൊക്കെ കഴിഞ്ഞ് 2 ചേട്ടന്മാർ വന്ന് ഞങ്ങളെ ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിക്ക് ഇവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ പറയാനായിട്ട് തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മോൻ്റെ പേര് ടോം എന്നാണ്, അവന് ഇപ്പം വയ്യാതെ കിടക്കുന്നത്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളേ ആയുള്ളൂ. അപ്പം ഈ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് ഇവർ റാഞ്ചിയിലേക്ക് തിരിച്ചു പോയി. അപ്പം ഈ ടോമും ജിൻസി എന്നവളുടെ പേര്. അപ്പോൾ ഇവർ 2 പേരോട് ഒരുമിച്ച് റാഞ്ചിയിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇവൻ ഈ നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവൻ ഈ പാരച്യൂട്ടിൽ നിന്ന് താഴേക്ക് വരുന്ന പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പാരച്യൂട്ടിൻ്റെ കയറ് പൊട്ടിപ്പോയി. അപ്പോൾ ഇവൻ നിലത്ത് വീണിട്ട് ഇവൻ്റെ നട്ടെല്ല് മുഴുവൻ ഇങ്ങനെ തകർന്നു പോയി. അപ്പം ഇവൻ കുറേ നാൾ കോമയിലായിരുന്നു. ഇവൻ രക്ഷപ്പെടുകയാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ഇവനിപ്പം ജീവൻ തിരിച്ചു കിട്ടി. ഇങ്ങനെ കഴുത്ത് തുളച്ചിട്ട് ഇവിടുന്ന് ശ്വാസം എടുക്കുന്നത്, മൂക്കിക്കോടെ ട്യൂബിട്ടിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇനി ഒരിക്കലും ഇവന് ജീവിതത്തിൽ ഏറ്റു നടക്കാൻ പറ്റിയല്ല, ഇവനൊരിക്കലും അപ്പനാകാൻ പറ്റിയല്ല. ഈ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷേ ഈ ജിൻസി മാത്രം ജിൻസിയോട്, അപ്പം ജിൻസിയുടെയും ടോമിൻ്റെയും അപ്പന്മാരാ, അവർ 2 പേരുടെയും അപ്പന്മാരാ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വന്നത്. എന്നിട്ട് ഞങ്ങളോട് പോയപ്പം പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഈ ജിൻസിയോട് പറഞ്ഞു, അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായുള്ളായിരുന്നു, നീ വേറൊരു വിവാഹം കഴിച്ചോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ ടോമിൻ്റെ വീട്ടുകാർ പറഞ്ഞു, ജിൻസിയുടെ വീട്ടുകാർ പറഞ്ഞു, എല്ലാവരും ഇവളെ നിർബന്ധിച്ചു, അച്ഛാ ഇവള് വേറൊരു വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അച്ഛന്മാർ വീട്ടിൽ വരുമ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ വരാൻ പ്രാർത്ഥിക്കാം, പക്ഷേ വിവാഹമോചനത്തെപ്പറ്റി ഒന്നും സംസാരിക്കില്ല. എന്നിട്ട് ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഈ ജിൻസിയ കതവ് തുറന്ന് ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് വന്നത്. ജിൻസി കതവ് തുറന്ന് ഞങ്ങളെ അകത്തോട്ട് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ജിൻസി കയറിയിരിക്കുക അച്ഛന്മാരെ എന്നല്ല പറഞ്ഞത്, അച്ഛാ വാ അച്ഛാ നമുക്ക് ടോമിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. ജിൻസി വാതിൽ തുറന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ആദ്യം പോയത് ഈ ടോം കിടക്കുന്ന റൂമിൻ്റെ അകത്തേക്കാണ്. അപ്പം ആ റൂമിൻ്റെ അകത്ത് നല്ലൊരു പ്രകാശമുണ്ട്, എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു. അപ്പോൾ ടോം ഇങ്ങനെ ഒരു അസ്ഥികൂടം ആ ബെഡേ കിടപ്പുണ്ട്. അപ്പോൾ ടോമിനോട് ജിൻസി ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അച്ഛന്മാരാ വന്നത്, സ്തുതി ഇല്ലിക്കേ എന്ന് പറഞ്ഞു. അപ്പം ടോം ഇങ്ങനെ ചുണ്ടനക്കി. അപ്പോഴത്തേനും ജിൻസി പറഞ്ഞു, അച്ഛാ ടോം സ്തുതി ചെല്ലുവാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും തിരിച്ച് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് സ്തുതിയൊക്കെ ചൊല്ലി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയിരുന്നു, എല്ലാവരോടും വർത്തമാനമൊക്കെ പറഞ്ഞു. തിരിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് വെഞ്ചരിപ്പിൻ്റെ സമയമായപ്പോഴത്തേനും ജിൻസി പറഞ്ഞു, അച്ഛാ വാ അച്ഛാ നമുക്ക് ടോമിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, ടോമിൻ്റെ റൂമിൽ പോയി നിന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലായിടത്തും ഹന്നാൻ വെള്ളം തളിക്കാനായിട്ട് ഇങ്ങനെ നടക്കുന്ന വഴിക്ക് ഞാൻ ഈ ജിൻസിയുടെ അടുത്ത് ചെന്നപ്പോൾ ജിൻസിയോട് ചോദിച്ചു, മോളെ ഇത് നിനക്ക് എങ്ങനെയാടി സാധിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് എന്നോടൊരു പറഞ്ഞൊരു മറുപടി ഉണ്ടല്ലോ, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇവളെന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, അച്ഛൻ വേറെ എന്തെങ്കിലും ആണോ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല മോളെ ഇതെങ്ങനെയാടി നിനക്ക് ഇത്ര സന്തോഷത്തോടു കൂടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞൊരു കാര്യം ഇതാ, ഞാൻ എല്ലാ ദിവസവും രാവിലെ 3 മണിയാകുമ്പോൾ ഏൽക്കും. 3 മണിക്ക് ആകുമ്പോൾ ഏറ്റിട്ട് ടോമിനെ പല്ല് തേപ്പിക്കും, ടോമിനെ കുളിപ്പിക്കും, ടോമിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. അത് കഴിഞ്ഞ് ഇവിടുന്ന് 15 കിലോമീറ്റർ അപ്പുറയാ പള്ളി. ഞാൻ എല്ലാ ദിവസവും രാവിലെ പോയിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കും.
വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് ഞാൻ ഈശോയോട് എല്ലാ ദിവസവും ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ചോദിക്കാറുള്ളൂ. ഞാൻ എല്ലാ ദിവസവും ഈശോയോട് ചോദിക്കുന്നത് ടോമിനെ സുഖപ്പെടുത്തണമേ എന്നല്ല, ഇന്നൊരു കുറവും കൂടാതെ ടോമിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് മാത്രമേ ഞാൻ ഈശോയോട് ചോദിക്കാറുള്ളൂ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഈശോയുടെ മുമ്പിൽ വെച്ച്, അൾത്താരയുടെ മുമ്പിൽ വെച്ച് ഒരു പുരോഹിതനെ സാക്ഷ്യമാക്കി ഞങ്ങൾ ഈശോയ്ക്ക് കൊടുത്തൊരു പ്രതിജ്ഞയുണ്ട്. ഇന്ന് മുതൽ മരണം വരെ സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലുമെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളാമെന്നാണ് ഞങ്ങൾ ഈശോയ്ക്ക് കൊടുത്തൊരു വാക്ക്. അച്ഛാ, എനിക്കിന്ന് പറ്റിയ ഈ ഒരു അപകടം, ടോമിനിന്ന് പറ്റിയ ഈ അപകടം എൻ്റെ ജീവിതത്തിലാണ് പറ്റിയിരുന്നെങ്കിൽ ടോം എന്നെ ഒരിക്കലും വിട്ടിട്ട് പോവില്ലായിരുന്നു. അച്ഛാ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരും കണ്ടിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, മക്കൾക്കൊരു വയ്യായിക വരുമ്പോൾ, ജീവിത പങ്കാളിക്കൊരു വയ്യായിക വരുമ്പോഴത്തേനും പലപ്പോഴും പരാതി പറഞ്ഞിട്ട് ഇട്ടിട്ട് ഓടിയെറിഞ്ഞ് പല വഴിക്ക് പോകാനാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ വെച്ച് തമ്പുരാനോട് ചെയ്ത വാഗ്ദാനങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഈ ഒരു കാര്യത്തിലാണ് പരിശുദ്ധ അമ്മ നമ്മളെ ഏറ്റവും കൂടുതൽ മാതൃകയായിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വലിയ വിശ്വാസവും വലിയ ശരണവും വലിയ സ്നേഹവും ഒക്കെ നമ്മുടെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. കാരണം ഈ തമ്പുരാനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാനായിട്ട് എനിക്കാവുന്നുണ്ടോ? ഈ തമ്പുരാനിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടാൻ എനിക്കാവുന്നുണ്ടോ? എൻ്റെ കൂടെയുള്ള തമ്പുരാനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈ സാധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ തമ്പുരാൻ്റെ വലിയ സ്നേഹവും കൃപകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരും. നമുക്ക് ഇന്നത്തെ ദിവസവും ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. തമ്പുരാൻ്റെ വലിയ അനുഗ്രഹങ്ങളും കൃപകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട്. ഈ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അപ്പം കുരിശിൻ്റെ ചുവട്ടിൽ കാണുന്ന 3 വ്യക്തികൾ ആരൊക്കെയാണെന്ന് പറഞ്ഞേ? മാതാവ്, മഗ്ദലന മറിയം, യോഹന്നാൻ. സാധാരണ കൂടുതൽ കാണാറുള്ളൊരു കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്ന ആരെയാണെന്നറിയാവോ? ഈ മഗ്ദലന മറിയത്തിനെയാണ്. കാരണം മാതാവും യോഹന്നാനൊക്കെ കുരിശിൻ്റെ ചുവട്ടിൽ കൈകൂപ്പി പിടിച്ചിരിക്കുമ്പോൾ ഈ മഗ്ദലന മറിയം ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവളെന്നെ ചെയ്യുന്നേ? അയ്യോ, നിങ്ങളാരും കണ്ടിട്ടില്ലേ? കുരിശിൻ്റെ ചുവട്ടിൽ മഗ്ദലന മറിയം എന്താ ചെയ്യുന്നേ? മഗ്ദലന മറിയം ഇങ്ങനെ കുരിശെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഇനിയും പലയിടത്തും പോവുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയോണേ. ഇപ്പോൾ ഇവിടെ അതില്ല, ചിലതിൻ്റെ അകത്ത് കാണാറുണ്ട്. എനിക്കത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ മഗ്ദലന മറിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? എനിക്കൊരു പക്ഷേ തോന്നിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഈശോയെ സ്നേഹിച്ചത് ഒരു പക്ഷേ മഗ്ദലന മറിയമായിരിക്കുന്നു. കാരണം നമ്മുടെ സുവിശേഷങ്ങൾക്കകത്തെല്ലാം കാണുന്നൊരു കാര്യമാണ്. കാരണം മഗ്ദലന മറിയം എന്താ ചെയ്തത്? അവൾ ഈശോയെ ഒത്തിരി അധികമായിട്ട് സ്നേഹിച്ചു. കാരണം ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ അവിടെ ഉണ്ടായിരുന്നു. കാരണം ഈശോയെ അടക്കിക്കഴിഞ്ഞ് ആ കല്ലറയുടെ സമീപത്ത് അവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 4 സുവിശേഷങ്ങളും ഒരുമിച്ച് കാണുന്നൊരു കാര്യമുണ്ട്. ഈശോ ഉയർത്തെഴുന്നതിന് ശേഷം ആദ്യം ആർക്കാണ് പ്രത്യക്ഷപ്പെടുന്നത്? മഗ്ദലന മറിയത്തിന്. ശരിക്കും ഈ മഗ്ദലന മറിയത്തിൻ്റെ ഒരു കാര്യം ഈ ഗോസ്പൽ അക്കോർഡിംഗ് ടു ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്. അതായത് കാനായിലെ കല്യാണ വിരുന്ന് നടക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ നേരത്തെ വീട്ടിൽ പോയായിരുന്നല്ലോ, കല്യാണ വീട്ടിൽ പോയല്ലോ. അപ്പം ഈ ഈശോയും ശിഷ്യന്മാരും വരുന്ന സമയത്ത് ഈശോയും ശിഷ്യന്മാരെ സ്വീകരിക്കാൻ വേണ്ടി വീട്ടുകാരും പരിശുദ്ധ അമ്മയൊക്കെ വീടിൻ്റെ പുറത്തിങ്ങനെ ഇറങ്ങി നിൽക്കുക. അപ്പം ഈ ഇറങ്ങി നിൽക്കുമ്പം ഈശോയും ശിഷ്യന്മാരും ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ നടന്നു വരുന്ന ഒരാളാണ് ഈ മഗ്ദലന മറിയം. ഈ മഗ്ദലന മറിയം ഈശോയുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ നടന്നു വരിക. നടന്ന് ഈ കല്യാണ വീടോട് അടുക്കാറായപ്പം ഈ മഗ്ദലന മറിയത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു തോന്നൽ ഇങ്ങനെ വരിക. ഷോ, എൻ്റെ ഉള്ളിൽ ഞാനൊരു പാപിയായ സ്ത്രീയാണല്ലോ, എൻ്റെ ഉള്ളിൽ ഈ പാപമൊക്കെ ഉണ്ടല്ലോ, ഞാൻ എങ്ങനെയാണ് ഈശോയുടെ മുമ്പിലേക്ക് ചെല്ലുന്നത്? അല്ല, ഈശോയുടെ കൂട്ടത്തിൽ എങ്ങനെയാണ്, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്? ഈശോയെ പറ്റി ശിഷ്യന്മാരെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ മോശമായിട്ട് വിചാരിച്ചാലോ? ഇവളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇങ്ങനൊരു ചിന്ത വരികയാണ്. അപ്പോൾ ഇങ്ങനൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇവള് ആരും കാണാതെ പതിയെ പുറകോട്ടിറങ്ങി നടന്നു പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈശോയോ ശിഷ്യന്മാർ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഇവരെ എല്ലാവരും വീട്ടുകാർ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ തിരിഞ്ഞ് പോകുന്ന മഗ്ദലന മറിയത്തിൻ്റെ അടുത്ത് ഒരാൾ ചെന്ന് പെട്ടെന്ന് ഇവളുടെ കയ്യെ കയറി അങ്ങോട്ട് പിടിക്കുക. കയ്യെ കയറി പിടിച്ച് ഇവൾ തിരിഞ്ഞ് നോക്കുമ്പം കാണുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ ഇവളെ നോക്കിയിട്ട് ഒരേ ഒരു വാചകം പറയുന്നുള്ളൂ, ഐ നോ യു ആൻഡ് ഐ നോ മൈ സൺ. എനിക്ക് നിന്നെ അറിയാം, എനിക്കെൻ്റെ മകനെ അറിയാം. കാരണം ഈ പരിശുദ്ധ അമ്മ ഈ മഗ്ദലന മറിയത്തിൻ്റെ കൈ പിടിച്ച് ഓടിക്കൊണ്ടുപോയിട്ട് ഈശോയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തുകയാണ്, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. ഈ പരിശുദ്ധ അമ്മ ഇന്നത്തെ ദിവസം നമ്മളുടെ കൈ പിടിച്ചിട്ട് ഈശോയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തുമ്പോൾ നമ്മളോടും പറയുന്ന കാര്യം ഇതാ, ഐ നോ യു ആൻഡ് ഐ നോ മൈ സൺ. എനിക്ക് നിന്നെ അറിയാം, എനിക്കെൻ്റെ മകനെ അറിയാം.
ശരിക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ഒരു വലിയ വിശ്വാസം ആഴപ്പെടുത്തണമേ, ഈ ഒരു വലിയ സ്നേഹം ആഴപ്പെടുത്തണമേ. കർത്താവെ, നിന്നിലുള്ള വലിയ ശരണത്തിൽ എന്നെ വളർത്തണമേ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സാമൂൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 18-ാം അധ്യായം 1-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദാവീദ് രാജാവുമായി സംസാരിച്ചു തീർന്നപ്പോൾ ജോനാഥൻ്റെ ഹൃദയം ദാവീദിൻ്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നു. ജോനാഥൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചു. നമ്മളിന്ന് വചനം ശ്രവിച്ചു കഴിഞ്ഞ് വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞ് കൂദാശകൾ സ്വീകരിച്ചു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പം നമ്മളിൽ വരേണ്ട മാറ്റം ഇതാ. നമ്മളും ഈശോയോട് സംസാരിച്ച് കഴിയും. നമ്മുടെ ഹൃദയം ഹലോ നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയത്തോട് ഒട്ടിച്ചേരണം. ഈശോയെ പ്രാണതുല്യം സ്നേഹിക്കണം. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ എല്ലാ കൃപകളും നമ്മിലേക്ക് ഒഴുകാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ഏറ്റു നിൽക്കാം. കർത്താവായ ഈശോയെ, നീ ഞങ്ങളിലേക്ക് ചെറിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ നിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഉള്ളിലേക്ക് നിൻ്റെ വലിയ കൃപകൾ നീ വർഷിക്കണമേ. അവിടുത്തെ വലിയ വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. അവിടെ നിന്നുള്ള ശരണം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നീ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമായ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. സിയോനെ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങളെന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി നൽകുവാൻ എന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചുപോയവ അവർ വീണ്ടും നിർമ്മിക്കും. പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും. നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും. തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. കർത്താവെ, ഈ വചനത്തിൻ്റെ വലിയ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരിലേക്കും ഈ നിമിഷം ഒഴുകട്ടെ. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ രാജകീയ പൗരോഹിത്യത്തിൻ്റെ വലിയ അധികാരത്തിൽ നിന്നുകൊണ്ട് കർത്താവെ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. അവിടുത്തെ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരസ്യ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാധികാരണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിച്ച് പരിപാലിച്ച് അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമാധികാരണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഒത്തിരി അധികമായി സ്നേഹിച്ച് സ്വന്തമാക്കുന്ന പരിശുദ്ധ പരമാധികാരണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.